നമസ്കാരം. MC ന്യൂസിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ വിവിധ അസംബ്ലി മണ്ഡലങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് UDF-നെ പ്രതിനിധീകരിച്ച ജോൺസൺ വർഗീസും അതുപോലെ LDF-നെ പ്രതിനിധീകരിച്ച സോവറൻ ജോണുമാണ്. ചർച്ചയിലേക്ക് പോകും മുമ്പ് എറണാകുളം ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങളുടെ ചരിത്രവും അതുപോലെ തന്നെ എങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയ നിലയും എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എറണാകുളം ജില്ലയിൽ ആകെ 14 അസംബ്ലി മണ്ഡലങ്ങളാണുള്ളത്. ആലുവ, അങ്കമാലി, എറണാകുളം, കളമശ്ശേരി, കൊച്ചി, കോതമംഗലം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ, പറവൂർ, പെരുമ്പാവൂർ, പിറവം, തൃക്കാക്കര, തൃപ്പൂണിത്തറ, വൈപ്പിൻ എന്നീ മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിൽ ഉള്ളത്. ആദ്യം ആലുവ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ ചിത്രം നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. ആലുവയിൽ 1957 മുതൽ ഇങ്ങോട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. കോൺഗ്രസിനൊപ്പം നിന്നിട്ടുണ്ട്, അതുപോലെ സ്വതന്ത്രർക്കൊപ്പം നിന്നിട്ടുണ്ട്, CPM-നൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ള നിലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ് ആലുവ. ഇപ്പോൾ കഴിഞ്ഞ 3 ടേമുകളായി 2011 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ആലുവ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണ BJP-ക്കും അവിടെ കാര്യമായ വോട്ട് ഷെയർ ഉണ്ടായ ഒരു മണ്ഡലമാണ്. 19,000-ൽ പരം വോട്ടുകൾ ആ മണ്ഡലത്തിൽ നിന്ന് BJP-ക്ക് നേടുവാൻ സാധിച്ചു. എറണാകുളം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2020-യും BJP-യും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എറണാകുളം ജില്ല ഏറെ ശ്രദ്ധേയമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ ചുവടുവെപ്പുകൾക്കും ഒക്കെ സാക്ഷ്യം വഹിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും 2026 എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും. അടുത്തത് അങ്കമാലി മണ്ഡലമാണ്. അങ്കമാലി മണ്ഡലത്തിലും നമുക്ക് ഇതുപോലെ തന്നെയാണ്. ആദ്യം മണ്ഡലത്തിന്റെ രൂപീകരണ സമയത്തൊക്കെ ഇടതുപക്ഷ അനുഭാവം കാണിച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അതിനുശേഷം കേരള കോൺഗ്രസിനൊപ്പം നിന്നിട്ടുണ്ട്, JDS-നൊപ്പം നിന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ടീമുകളായി 2016, 21 തുടങ്ങിയ ടീമുകളിൽ റോജി എം ജോൺ ആണ് കോൺഗ്രസിന്റെ. റോജി എം ജോൺ ആണ് നിയമസഭയിലേക്ക് അവിടെ നിന്ന് അങ്കമാലിയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ഇക്കുറിയും അദ്ദേഹം മത്സര രംഗത്തുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം ജോസ് തെറ്റയിലിനെ ആണ് തോൽപ്പിച്ചത്. അടുത്തത് എറണാകുളം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. എറണാകുളം ജില്ല നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. എക്കാലത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ പക്ഷേ ഇടസമയങ്ങളിൽ അത് ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞ ഒരു ചരിത്രവുമുണ്ട്. അവിടെ സെബാസ്റ്റ്യൻ പോൾ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് ജയിച്ചു വന്ന ഒരു മണ്ഡലമാണ് എറണാകുളം. അതുപോലെ തന്നെ കഴിഞ്ഞ 2001 മുതലുള്ള രാഷ്ട്രീയ ചിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന UDF പക്ഷത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈക്കുറി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2020-യും BJP-യും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ കഴിഞ്ഞ തവണ BJP-ക്ക് ആ മണ്ഡലത്തിൽ 16,000-ൽ പരം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. 2020-ക്കും 10,000-ൽ പരം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മേജർ വോട്ട് ഷെയർ ഈ 2 പാർട്ടിയും കൂടെ ചേരുമ്പോൾ അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ ഒക്കെ തിരഞ്ഞെടുപ്പുകൾ ഏറെ നിർണായകമാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അടുത്തത് കളമശ്ശേരി മണ്ഡലമാണ്. കളമശ്ശേരി മണ്ഡലം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ P. രാജീവാണ് നിയമസഭയിലേക്ക് ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എത്തിയത്. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. അതിനു മുമ്പ് അവിടെ UDF-ന് ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രമാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ തവണ അവിടെ BDJS ആയിരുന്നു അവിടെ BJP അല്ലെങ്കിൽ NDA സഖ്യത്തിൽ ഉണ്ടായിരുന്നത്. ഈ കുറിയും അവിടെ BDJS തന്നെയാണ്. 2020-യും BJP-യും അല്ല NDA സഖ്യത്തിലുള്ളത്, BDJS ആണ് അവിടെ മത്സരിക്കുന്നത്. ഒപ്പം CPM ഇന്ന് P. രാജീവ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് ഈ കുറി അവിടെ മത്സര രംഗത്തുള്ളത്. അടുത്തത് കൊച്ചി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഈ 2016, 21 തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഒരു മണ്ഡലമാണ് അത്. ഇക്കുറി കഴിഞ്ഞ തവണ 54,000 വോട്ടുകൾ നേടിയാണ് അവിടുത്തെ CPM സ്ഥാനാർത്ഥിയായിരുന്ന KJ മാക്സി നിയമസഭയിലേക്ക് എത്തിയത്. ഏതാണ്ട് 14,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി.
അപ്പോൾ അവിടെ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 2020 19,000 വോട്ടുകൾ ഉണ്ടായിരുന്നു. BJPക്കും അവിടെ 10,000-ൽ പരം വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഏകദേശം 29,000 വോട്ടുകൾ അവിടെ ഇരു പാർട്ടികളും കൂടി ചേർന്ന് നേടിയിട്ടുണ്ട്. അത് ഇക്കുറി ഏത് തരത്തിലാണ് വോട്ടായി മാറുന്നത്, ഈ രണ്ട് പാർട്ടിയും കൂടി ഒരുമിച്ച് മത്സരിക്കുമ്പോൾ ഏത് രീതിയിലാണ് അത് വോട്ടായി മാറുന്നത് എന്നുള്ളത് ഏറെ നിർണായകമാകും. അടുത്തത് കോതമംഗലമാണ്. കോതമംഗലം അതുപോലെ തന്നെ മാറി മാറി രാഷ്ട്രീയം പരീക്ഷിച്ചിട്ടുള്ള മണ്ഡലമാണ് കോതമംഗലം എന്ന് പറയുന്നത്. അത് CPM-നൊപ്പം നിന്നിട്ടുണ്ട്, സ്വതന്ത്രർക്കൊപ്പം നിന്നിട്ടുണ്ട്, കോൺഗ്രസിനൊപ്പം നിന്നിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ 2 ടീമുകളായി CPM-നൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് കോതമംഗലം മണ്ഡലം. അടുത്തത് കുന്നത്തുനാട്. കുന്നത്തുനാട് ഏറെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ്. 2020-യുടെ ഈറ്റില്ലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ മണ്ഡലം കൂടി ആണ് അത്. അവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനൊപ്പവും UDF-നൊപ്പവും മാറി മറിഞ്ഞു വന്നിട്ടുണ്ട് രാഷ്ട്രീയ ചരിത്രമാണ് കുന്നത്തുനാടിനുള്ളത്. 2011-ലും 2016-ലും VP സജീന്ദ്രനാണ് അവിടുന്ന് ജയിച്ച് വന്നിട്ടുള്ളത്. എന്നാൽ 2021-ൽ PV ശ്രീനിധൻ അവിടുന്ന് ജയിച്ചു വന്നിരിക്കുന്നു. ഇക്കുറി കഴിഞ്ഞ തവണ അതുപോലെ തന്നെ 2021-ലെ ആ ഒരു മണ്ഡലത്തിലെ BJP-യുടെയും അതുപോലെ തന്നെ 2020-യുടെയും വോട്ടും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം 41,000-ൽ പരം വോട്ടുകൾ, 42,000-അടുത്ത് വോട്ടുകൾ 2020-ക്ക് കിട്ടിയ ഒരു മണ്ഡലമാണ് ഈ പറയുന്ന കുന്നത്തുനാട്. അതുപോലെ തന്നെ BJP-ക്ക് 7,000-ൽ പരം വോട്ടുകൾ. അത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 48,000-ഓളം വോട്ടുകൾ വരുന്ന ഒരു കണക്കിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് ഈ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ട്രയാങ്കുലർ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടി ആണ് കുന്നത്തുനാട് എന്ന് പറയേണ്ടി വരും. അടുത്തത് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയും ഇത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒപ്പം മാറി മാറി രാഷ്ട്രീയം പരീക്ഷിച്ചിട്ടുള്ള മണ്ഡലമാണ്. അതുപോലെ തന്നെ കേരള കോൺഗ്രസിനൊപ്പം നിന്നിട്ടുണ്ട്, സ്വതന്ത്രർക്കൊപ്പവും നിന്നിട്ടുണ്ട്. ഇപ്പോൾ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് മാത്യു കുഴൽനാടനാണ്. കോൺഗ്രസിന്റെ നിയമസഭയിലെ യുവ ശബ്ദമായിട്ടുള്ള മാത്യു കുഴൽനാടൻ ആണ് ഇപ്പോൾ അവിടെ നിന്ന് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നിയമസഭയിൽ ഉള്ളത്. ഇക്കുറിയും അദ്ദേഹം മത്സരരംഗത്തുണ്ട്. CPI-യുടെ N അരുണാണ് ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത് ആ മണ്ഡലത്തിൽ നിന്ന്. അടുത്തത് പറവൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പറവൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യം പറഞ്ഞാൽ ഇതുപോലെ തന്നെ കോൺഗ്രസിനൊപ്പവും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനൊപ്പവും മാറി നിന്നിട്ടുണ്ട്. എന്നാൽ 2001 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ UDF-നൊപ്പം VD സതീശൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ആണ്, UDF-നൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഇത് എന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച VD സതീശന് കിട്ടിയത് 82,264 വോട്ടാണ്. അതേസമയം ഇടതുപക്ഷ സ്ഥാനാർത്ഥി കിട്ടിയത് 60,963 വോട്ട്. അവിടെ BDJS ആയിരുന്നു NDA സഖ്യത്തിൽ മത്സരിച്ചിരുന്നത്. അവിടെ 12,964 വോട്ട്. BDJS അവിടെ മത്സരിച്ചപ്പോൾ 12,000 വോട്ടുകൾ ആണ്. ഈ കുറിയും അവിടെ BJP-യുടെ കാൻഡിഡേറ്റ് ആണ് നേരിട്ട് മത്സരിക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകത ആണ്. അടുത്തത് പെരുമ്പാവൂർ മണ്ഡലമാണ്. പെരുമ്പാവൂർ മണ്ഡലവും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനൊപ്പവും വലതുപക്ഷത്തിനൊപ്പവും മാറി മാറി വന്ന് നമുക്ക് എറണാകുളം ജില്ലയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് പല മണ്ഡലങ്ങളിലും മാറി മാറി രാഷ്ട്രീയം പരീക്ഷിച്ചിട്ടുള്ള അതായത് നമുക്ക് കാണാം. പല മണ്ഡലങ്ങളിലും അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ചിത്രം കാണുന്നത്. ഇവിടുത്തെ ഒരു ചരിത്രം, അതായത് പെരുമ്പാവൂർ മണ്ഡലത്തിലെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാലും 82 മുതൽ 96 വരെ കോൺഗ്രസിനൊപ്പമായിരുന്നു. അതിനുശേഷം 2001 മുതൽ 2011 വരെ ഇടതുപക്ഷത്തിനൊപ്പവും നിന്ന് ഒരു മണ്ഡലമാണത്. അതിനുശേഷം 16-ലും 21-ലും അത് UDF-ന് ഒപ്പം മാറിയിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും അവിടെ BJP-യും 2020-ക്ക് 20,000-ൽ പരം വോട്ടുകളും BJP-ക്ക് 15,000-ൽ പരം വോട്ടുകളും രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 35,000-ൽ പരം വോട്ടുകൾ അവിടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏറെ നിർണായകമാകും ഈ വോട്ടുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തതാണ് പിറവം മണ്ഡലം. പിറവം മണ്ഡലത്തിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കേരള കോൺഗ്രസിനൊപ്പവും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനൊപ്പവും ഒരു തവണ കോൺഗ്രസിനൊപ്പം 1980-ൽ കോൺഗ്രസിനൊപ്പവും നിന്നിട്ടുള്ള ഒരു ചരിത്രമാണ് ഈ മണ്ഡലത്തിനുള്ളത്. കഴിഞ്ഞ 2012 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജേക്കബ് ആണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അനൂപ് ജേക്കബാണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നിയമസഭയിൽ ഉള്ളത്. അവിടെ കോൺഗ്രസിന്റെ ജെയ്സൺ ജോസഫും കേരള കോൺഗ്രസിന്റെ സാബു K ജേക്കബുമാണ് നേരിട്ട് മത്സരിക്കുന്നത്. 2020-യും അവിടെ സ്ഥാനാർത്ഥിയെ
നിർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത തൃക്കാക്കരയാണ്. തൃക്കാക്കര മണ്ഡലവും ഇതുപോലെ തന്നെ കോൺഗ്രസിന്റെ 2011 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ബെന്നി ബെഹനാൻ, PT തോമസ്, അതിനുശേഷം അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം ഉമാ തോമസ് ആയിരുന്നു ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഇപ്പോൾ നിയമസഭയിൽ തൃക്കാക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അസംബ്ലിയിൽ ഉള്ളത് ഉമാ തോമസ് ആണ്. എന്നാൽ അവിടെ ഇക്കുറി 2020 BJP സഖ്യത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, അഖിൽ മാരാർ. അതുപോലെ ബിഗ് ബോസിലൂടെയൊക്കെ വിജയിച്ചു വന്ന അഖിൽ മാരാർ സ്റ്റാർ പരിവേഷത്തോടെ ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ള ഒരു കാര്യവുമുണ്ട്. അത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അടുത്തതാണ് തൃപ്പൂണിത്തുറയും ഇതുപോലെ തന്നെ ഒരു നല്ല ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ മാറി അവിടെ രാഷ്ട്രീയ പാർട്ടികളെ നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. CPM-നൊപ്പം നിന്നിട്ടുണ്ട്, കോൺഗ്രസിനൊപ്പം നിന്നിട്ടുണ്ട്. എന്നാൽ 1991 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രമെടുത്താൽ 2011 വരെയുള്ള ചരിത്രമെടുത്താൽ അവിടെ നിന്ന് K ബാബുവാണ് UDF-ന്റെ, അതായത് കോൺഗ്രസിന്റെ K ബാബുവാണത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. അതിനുശേഷം 2016 M സ്വരാജ്, അതിനുശേഷം വീണ്ടും 2021 K ബാബു നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ഇക്കുറി ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ഉണ്ട്, അഞ്ജലി നായർ ആണ് അവിടെ 2020 BJP സഖ്യത്തെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിലും ഒരു നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ BJP-യുടെ ഒരു ശക്തി കേന്ദ്രമെന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. വോട്ടായി അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും മാറിയിട്ടില്ല എങ്കിലും പക്ഷേ ഇക്കുറി അത് എന്താകും എന്നുള്ള കാര്യത്തിൽ ഏറെ ആകാംക്ഷ ഉള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ അവിടെ BJP-യുടെ ഡോക്ടർ KS രാധാകൃഷ്ണനായിരുന്നു മത്സരിച്ചത്. 23,000-ൽ പരം വോട്ടുകൾ അദ്ദേഹം അവിടെ നേടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി എത്തരത്തിലാണത് വോട്ടായി മാറുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്കത് നോക്കിക്കാണേണ്ട ഒരു കാഴ്ചയാണ്. അടുത്തതാണ് വൈപ്പിൻ മണ്ഡലവും ഈ പറഞ്ഞതുപോലെ തന്നെ മാറി രാഷ്ട്രീയം പരീക്ഷിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ RSPയെ ജയിപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനൊപ്പവും വലതുപക്ഷത്തിനൊപ്പവും മാറി നിന്നിട്ടുണ്ട് ഉള്ള ഒരു മണ്ഡലമാണ് അത്. ഇപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു അവിടെ നിന്നുള്ള കാഴ്ച കാണുവാൻ സാധിക്കുന്നത്. 2021 KN ഉണ്ണികൃഷ്ണനാണ് 53,000 വോട്ടുകൾ നേടിയ CPM-ന്റെ KN ഉണ്ണികൃഷ്ണനാണ് അവിടെ നിന്ന് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 2020-ക്കും 16,000-ൽ പരം വോട്ടുകളുണ്ട്. BJP-ക്കും 13,540 വോട്ടുകൾ കഴിഞ്ഞ തവണ അവിടെ നേടിയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇതാണ് എറണാകുളത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ചരിത്രം. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം BJP-യും കേരളത്തിൽ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിൽ ഏത് തരത്തിലായിരിക്കും 2020 BJP സഖ്യം ഒരു നിർണായക ഫാക്ടർ ആകുക എന്നുള്ള കാര്യം ഏറെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അതിഥികളിലേക്ക് പോകാം. LDF-ന്റെയും UDF-ന്റെയും പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം. അതിന്റെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം ശ്രീ ജോൺസൺ വർഗീസിലേക്ക് പോകാം. ജോൺസൺ, എന്താണ് UDF-ന്റെ എറണാകുളം ജില്ലയിലെ പ്രതീക്ഷകൾ? എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ UDF-ന്റെ ഒരു ഉരുക്കുകോട്ടയെന്ന് തന്നെ പറയാം. കാരണം കാലങ്ങളായിട്ട് നടക്കുന്ന ഇലക്ഷനുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വ്യക്തമായ സീറ്റ് നിലനിർത്തിയിരിക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. ചില മണ്ഡലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി റിസൾട്ട് വന്നിട്ടുണ്ടായെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഒരു UDF-ന്റെ ഒരു കോട്ട തന്നെയാണ് എറണാകുളം ജില്ല. ആയതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വരുന്ന 14 അസംബ്ലി നിയോജകമണ്ഡലങ്ങളുള്ള എറണാകുളം ജില്ലയിൽ 12 മുതൽ 14 സീറ്റുകൾ വരെ കിട്ടിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഭരണത്തിന് ഒരു മുതൽക്കൂട്ടാടുവാൻ എറണാകുളം ജില്ല കാരണമാകുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകളിൽ നടക്കുന്ന ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തെ റിസൾട്ട് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ വ്യക്തമായ ആധിപത്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് എറണാകുളം ജില്ലയിലുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കായാലും 2 സീറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത്. കൂടാതെ കൊച്ചി കോർപ്പറേഷനിൽ UDF ആണ് ഭരിക്കുന്നത്. മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എടുത്താലും ഏകദേശം 80 മുനിസിപ്പാലിറ്റികളിലായാലും ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും ഐക്യജനാധിപത്യ മുന്നണി തന്നെയാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ ഭരിക്കുന്നത്.
അപ്പോൾ അത്തരത്തിലെല്ലാം നമ്മൾ കൃത്യമായ ഒരു വോട്ട് ഷെയർ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും കൃത്യമായി നമുക്ക് അനുകൂലമാവും. അതുകൊണ്ട് കൂടാതെ എറണാകുളം ജില്ലയിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ, സിറ്റിംഗ് MLA ഉൾപ്പെടെ ഉള്ള പുതുമുഖ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും കഴിവ് തെളിയിച്ചവരാണ്. അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് MLA ഒരു എതിർപ്പ് കൊണ്ടൊരു മാറ്റം എറണാകുളം ജില്ലയിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല. നല്ല വ്യക്തമായ രീതിയിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് എറണാകുളം ജില്ലയിൽ 12 to 14 സീറ്റുകൾ തന്നെ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ സോദരൻ, എന്താണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജോൺസൺ പറയുകയുണ്ടായി UDFന്റെ ഒരു ഉരുക്ക് കോട്ടയാണ് എറണാകുളം. നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പല തവണയും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു മജോറിറ്റി ടൈംസിൽ അത് നിൽക്കുന്നത് UDFന്റെ ഒപ്പമാണ്. എന്താണ് LDFന് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഇത്തവണത്തെ പ്രതീക്ഷകൾ? എറണാകുളം ജില്ലയെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പില് ഈ UDF വീണെടുത്ത് കിടന്ന് കിട്ടിയ ഒരു ഊന്നുവടിയായിട്ടാണ് ഞാൻ എറണാകുളം ജില്ലേനെ കണക്കാക്കുന്നുള്ളൂ. കാരണം മജോറിറ്റി ജില്ലകളിലും വ്യക്തമായ ലീഡോടുകൂടി LDF അധികാരത്തിൽ വന്നപ്പോൾ അവർക്കൊരു ഊന്നുവടി പോലെ കിട്ടിയ ഒരു ജില്ലയാണ് എറണാകുളം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ സമയത്ത്. അതിന് പറയാൻ കാരണം ഈ സമയത്ത് അതുപോലെ തന്നെ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം 99 നിന്ന് ഞങ്ങൾക്ക് പ്ലസ് കിട്ടുന്ന ഓരോ സീറ്റുകളും എറണാകുളവും അതുപോലെ മലപ്പുറം ജില്ലകളിൽ നിന്നായിരിക്കും. 99 100 ആവാനും 101 ആവാനും 102 ആവാനും. കാരണം ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഞങ്ങൾ എല്ലാ സീറ്റുകളും തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഇനി കാര്യമായിട്ട് സീറ്റ് പിടിക്കാനില്ല. ചില ജില്ലകളിലുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് 100-ൽ നിന്ന് പ്ലസ് വരാനുള്ള ഒരു ജില്ലയായിട്ടാണ് ഞാൻ എറണാകുളത്തെയും അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നതിലെയും മലപ്പുറത്തേയും ഞാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ പല ഫാക്ടറികളുണ്ട്. ഈ എറണാകുളം ജില്ലയുടെ ഒരു ശാസ്ത്രപരമായ കാര്യം പറയുകയാണെങ്കിൽ എറണാകുളം എല്ലാത്തിനെയും സെൻറ്ററാണ്. അപ്പം എല്ലാ ഗ്രൂപ്പുകളും അറ്റാക്ക് ചെയ്യുന്ന ഒരു കേന്ദ്രം കൂടിയാണ് എറണാകുളം. കാരണം VD സതീശൻ അവിടെ UDFന്റെ കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതാവാണ്. പല ഗ്രൂപ്പുകളിൽ നിന്നും എതിരഭിപ്രായങ്ങളും ചർച്ചകളൊക്കെ വന്നതാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്തും ആര് മുഖ്യമന്ത്രിയാണെന്നുള്ള സമയത്തൊക്കെ പല ചർച്ചകളും അവിടെ നടന്നതാണ്. അപ്പം ഈ 14 ജില്ലകളിൽ നിന്നുള്ള മിസൈലുകൾ പതിക്കുന്ന ഒരു ജില്ല കൂടിയാണ് 14 ജില്ലകളിൽ നിന്നുള്ള ഗ്രൂപ്പുകളുടെ മിസൈലുകൾ പതിക്കുന്ന ഒരു ജില്ല കൂടിയായിട്ട് എറണാകുളത്തെ കണക്കാക്കണം. അത് എറണാകുളത്തിൻ്റെ കാരണം കേരളത്തിൻ്റെ സെൻട്രലായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഗ്രൂപ്പുകളൊക്കെ എല്ലാം കൂടെ എറണാകുളത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ പല സ്ഥാനാർത്ഥികളും പല നേതാക്കളുടെയും സ്ഥാനാർത്ഥികളായിട്ടാണ് അവിടെ അവതരിച്ചിരിക്കുന്നത്. പല സ്ഥാനാർത്ഥി മോഹികൾക്ക് അവിടെ സീറ്റ് ഉണ്ടായിട്ടില്ല. അങ്ങനെ പലവിധ വിഷയങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടും പിന്നെ വേറൊരു ഫാക്ടറാണ് ഈ ലത്തീൻ സഭയുടെ ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. അത് ഇപ്പം രാഷ്ട്രീയമായിട്ട് പറഞ്ഞാലും അല്ലാതെ പറഞ്ഞാലും അവിടെ ഒരു ഫാക്ടറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയിടെ ഒരു നിയമം വന്നിട്ടുണ്ട്, FCRA, അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട്. അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ സഭകളുടെ വോട്ട് ഒരു ഭിന്നിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം തൃശ്ശൂരിലൊക്കെ അത് പ്രതിഫലിച്ചതാണ്. അപ്പം അത് എറണാകുളത്ത് ഒരു പ്രതിഫലനം ഉണ്ടാക്കിയിട്ടുണ്ട്. 2020 കുറേ വോട്ട് പിടിച്ചു. അങ്ങനെ കുറേ വസ്തുതകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ തവണ ഈ തരത്തിലുള്ള വോട്ട് BJPയിലേക്ക് പോകാൻ വളരെ സാധ്യത കുറവാണ്. അത് അവിടെ ഈ തവണത്തെ പ്രസ്ഥാനങ്ങൾ പല മത നേതാക്കന്മാരെയും പ്രസ്ഥാനങ്ങളും അനുസരിച്ച് LDFനോട് അനുഭാവം പ്രകടിപ്പിച്ചുള്ള പ്രസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രോഡീകരണം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്. ഈ FCRAയുടെ കാര്യം ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഒരു ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും അതുപോലെ സ്കൂളുകൾ, കോളേജുകൾ, രാജഗിരി കോളേജ്, സ്കൂള്, ആശുപത്രി, അതുപോലെ ലിസി ഹോസ്പിറ്റൽ, അങ്ങനെ പല സ്ഥാപനങ്ങളും ക്രിസ്ത്യൻ സഭയുടെ മേൽനോട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഈ FCRA ആക്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതും ഈ ക്രിസ്ത്യൻ സഭകളുടെ സ്ഥാപനങ്ങൾക്കാണ്. അപ്പോൾ അവർ ഈ തവണ എന്തായാലും BJPയിലേക്ക് ഒരു വോട്ട് ഷെയർ അങ്ങോട്ട് പോകാൻ വളരെ സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്ടിൽ പറയുന്നത് 20% ഫണ്ട് മാത്രമാണ് അവരെ അഡ്മിനിസ്ട്രേഷൻ ഫണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നും അതുപോലെ ബാക്കി ഫണ്ട് മൊത്തം രോഗികൾക്ക് ഫ്രീ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കണം എന്നും പറഞ്ഞിട്ടൊരു നിയമമാണ് വന്നത്. അത് പാലിക്കുന്നില്ലാത്തവർക്ക് അവരെ ലൈസൻസ് കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ എന്താ പറഞ്ഞത്, നമ്മൾ ഈ പ്രതിപക്ഷ നേതാവ് ശരിക്കും ഒരു ഓഡിറ്റ് ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ്, അതായത്
പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തലയിൽ നിന്നും സ്ഥാനം എടുക്കുമ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ലൊരു പ്രതിപക്ഷ നേതാവായിട്ട് വരും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കോൺഗ്രസിന്. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പണ്ടൊക്കെ കവികൾ എഴുതുമായിരുന്നു, മാവേലി നാട് മാടിയിടും, അതിനകത്ത് കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം എന്നൊക്കെ പറഞ്ഞ് കവികൾ ഒത്തിരി പാട്ട് കേരളത്തിനെ കുറിച്ച് എഴുതിയതാണ്. പക്ഷേ ഇപ്പം കേരളത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പൊളിവചനങ്ങളുടെ ഘോഷയാത്ര നടത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതും നേരത്തെ ഈ പ്രതിപക്ഷ നേതാവ് കള്ളം പറയുന്ന ഒരു സംഭവം പണ്ട് കേട്ടുകേൾവിയില്ലാത്തതാണ്. നമ്മൾ ആരെയും അങ്ങനെ കളിയാക്കിയിട്ടില്ല. കാരണം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. അവരെയൊന്നും നമ്മൾ ഇത്തരത്തിലൊരു ഓഡിറ്റിങ് ചെയ്തിട്ടില്ല. അപ്പം പ്രതിപക്ഷ നേതാവ് കള്ളം പറയുന്നുള്ള ഒരു ഓഡിറ്റിങ് ഇപ്പോഴാണ് ഈ സൊസൈറ്റിയിലേക്ക് വരുന്നതും അത് വി ഡി സതീശനായിട്ട് ഉണ്ടാക്കി വെച്ചൊരു ബാഡി ഇമേജാണ്. അതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈസൺ മാഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി അവിടെ ഒരു ജനകീയനാണ്. അതപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ LDF ഈ തവണ ചെയ്തേക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരാവൂർ സണ്ണി ജോസഫിനെതിരെ ഷൈലേറ്റീസിനെ നിർത്തിയതും വി ഡി സതീശനെതിരെ ടൈസൺ മാഷിനെ നിർത്തിയത്. കാരണം ഈ രണ്ട് നേതാക്കന്മാർക്ക് മണ്ഡലത്തിൽ, അതായത് വി ഡി സതീശൻ വീട് കയറുന്നതും വേണ്ട ഒരു ഫോട്ടോ ഞാൻ ഈ ഫേസ്ബുക്കിൽ കണ്ടു. ഞാൻ ഈ ഒരു കുറേ നാളുകളായിട്ട് എറണാകുളത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പറവൂർ വി ഡി സതീശൻ വീട് കയറിയൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആള് വേറെ മണ്ഡലങ്ങളിൽ പ്രസംഗിക്കാൻ പോവുകയും ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഇതുവരെ കണ്ടു. അപ്പം വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ മണ്ഡലത്തിൽ പിടിച്ചു കെട്ടിയിടാൻ തക്കവണ്ണമുള്ളൊരു സംവിധാനമാണ് LDF അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞെങ്കിൽ നമുക്ക് ഇതിനു മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ലോക്സഭ 2021 ലോക്സഭ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF ലോക്സഭയിലേക്ക് മൃഗീയമായ ഭൂരിപക്ഷത്തിലധികം പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് LDF നിയമസഭയെ നേരിടുന്നതും അവരത് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ഡാറ്റ അത് ജെന്യൂൻ അല്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞങ്ങളിപ്പോഴും പറയുന്നു എറണാകുളം ജില്ല ഞങ്ങളുടെ പ്ലസ് ആയിരിക്കും, അതായത് ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ സീറ്റുകളുടെയും പ്ലസ് ആയിരിക്കും എന്ന് തന്നെ കുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജോൺസൺ അവർ പറയുന്ന ഇപ്പം ഇടതുപക്ഷം പറയുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് ബോണസ് ആ മണ്ഡലത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ജില്ലയിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ ബോണസാണ്. അവിടെ നിന്ന് മലപ്പുറത്തു നിന്നുമാണ് ഏറ്റവും കൂടുതൽ ബോണസ് സീറ്റുകൾ കിട്ടും എന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. UDFന്റെ കയ്യിൽ നിന്ന് ഈ സീറ്റുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFന്റെ കയ്യിൽ നിന്ന് ഈ മണ്ഡലങ്ങൾ, അത് പലതും കോൺഗ്രസിന്റെ നേരിട്ടുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്, അവർ നേരിട്ട് അധികാരത്തിലുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. അത് കൈവിട്ടു പോകാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെയുള്ള എന്ത് വീഴ്ചകളാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്? ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞ പോലെ അവർക്ക് എറണാകുളം ജില്ലയെ പറ്റി സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട്. അവർക്ക് സുഖമായിട്ട് സ്വപ്നം കാണാം, അതിൽ യാതൊരു തെറ്റും ഞാൻ പറയുന്നില്ല. കൂടാതെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റി ഒത്തിരി നല്ല വാക്കുകൾ രമേശ് ചെന്നിത്തല നല്ലതാണ്, വി ഡി സതീശനെ കുറ്റം പറഞ്ഞു, അങ്ങനെ ഭിന്നിപ്പിച്ച് ഇതിലുള്ള അഭിപ്രായങ്ങളിലൊന്നും കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോ ഒന്നും വീഴാൻ പോകുന്നില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവ് ബഹുമാനായ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഐക്യജനാധിപത്യത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രതിപക്ഷ നേതൃത്വ കഴിവ് വളരെയേറെ പേടിപ്പെടുത്തിയിരിക്കുന്നത് ഇടതുപക്ഷ ഭാഗത്തെയാണെന്ന് അദ്ദേഹത്തെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇടതുപക്ഷ പ്രൊഫൈലിൽ നിന്നുണ്ടായിരിക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്, എന്തൊക്കെ ഇതിനു മുമ്പ് കേരളം കാണാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു തരത്തിൽ ഇടതുപക്ഷം അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ വ്യക്തിപരമായും അല്ലാതെയും ആരോപിക്കുന്നു. ഈ ആരോപണങ്ങൾക്കെല്ലാം ജനങ്ങൾ, എറണാകുളം പ്രത്യേകിച്ച് പറവൂരിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തെ വർഷങ്ങളായിട്ട് അറിയുന്നവരാണ്. അല്ലെങ്കിൽ ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂടി വരില്ലല്ലോ. അപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ ഈ ആരോപണങ്ങളെല്ലാം നിസ്സംശയം തള്ളിക്കളയുമെന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. കൂടാതെ എറണാകുളം ജില്ലയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള സീറ്റുകളിൽ നമുക്ക് ഒരു MLA-മാരെ പറ്റി ഒരു മോശം അഭിപ്രായമില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ചില MLA-മാരെ പറ്റി അവിടെ ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ മണ്ഡലങ്ങൾ, കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് മാത്രമേ LDF-നെ സംബന്ധിച്ച് അവിടെയുള്ളൂ. കൂടാതെ ഇനി എന്ത്, ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദിച്ചതുപോലെ എന്ത് പറഞ്ഞുകൊണ്ട് എറണാകുളം ജില്ലയിൽ ഐക്യമുന്നണി വോട്ട് അഭ്യർത്ഥിക്കും, അല്ലെങ്കിൽ ഭരണത്തെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്താണ് നമുക്ക് ഭരണത്തെപ്പറ്റി പറയാനുള്ളത്? സത്യത്തിലുള്ളത് എറണാകുളം ജില്ലയെ പോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വികസനം വന്ന അല്ലെങ്കിൽ ഒരു മെട്രോ സിറ്റി ഉള്ള എറണാകുളം ജില്ലയുടെ നമ്മുടെ വളർച്ച തന്നെ പുറകോട്ട് കൊണ്ടുപോയ ഒരു സാഹചര്യമല്ല ഇവിടെ നിൽക്കുന്നത്. ഈ നമ്മുടെ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി മുൻ സർക്കാരുകൾ കൊണ്ടുവന്ന ഒരു പദ്ധതി അല്ലാതെ പുതിയതായിട്ട് എന്തൊക്കെ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് മാത്രമല്ല, ബിഗ് പ്രോജക്റ്റുകൾ വേറെ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? ഒന്നും തന്നെയില്ല.
അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പരാജയം തന്നെയാണ് ആ കാര്യത്തിൽ. മെട്രോ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തു, ശരിയാണ്, ഉദ്ഘാടനം ചെയ്തവർക്കായിരിക്കില്ല അതിൻ്റെ പിതൃത്വം എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം. നമ്മളതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തുണ്ടായി ഈ മെട്രോയുടെ ഉദ്ഘാടന സമയത്ത് പോലും ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച കേരളത്തിൻ്റെ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ആ ഉദ്ഘാടന വേദിയിൽ നിന്നും പോലും മാറ്റി നിർത്തുന്ന അത് എന്തുകൊണ്ടാണ് ആ മാറ്റി നിർത്തുന്നത് നമുക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. അദ്ദേഹത്തിനുള്ള പിന്തുണ, ആ സത്യം ജനങ്ങൾ തിരിച്ചറിയും ഇതിനുവേണ്ടി ആര് പ്രവർത്തിച്ചു എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്ന് പോയി മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മുടെ എറണാകുളം മെട്രോ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്, കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഭവം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളതെല്ലാം കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് അവിടെ കിട്ടിയ ആ ഒരു പിന്തുണയും കാര്യങ്ങളുമെല്ലാം, അദ്ദേഹം ഒരു ജനകീയ യാത്ര നടത്തുന്നു, അതിന് പോലും കിട്ടിയ പിന്തുണ നമുക്ക് എല്ലാവർക്കും മുന്നിലുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ നമ്മുടെ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി ഒരു ബിഗ് പ്രോജക്റ്റും കൊണ്ടുവന്നിട്ടില്ല. അതുമാത്രവുമല്ല, ഭരണപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ജനങ്ങൾ ഫുള്ളി അസ്വസ്ഥരാണ്. കാരണം എല്ലാ രീതിയിലും ജീവിക്കാനുള്ള സാഹചര്യം നിഷേധിക്കുന്ന ഒരു രീതിയിലേക്കല്ലേ ഈ സംസ്ഥാന ഭരണം കൊണ്ടുപോയത്. അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ എറണാകുളം ജില്ല ഇടതുപക്ഷത്തേക്ക് ഇനി ഒരു ചായ്വ്, അതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കാര്യം പോലുമില്ല. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2020 കുറച്ച് വോട്ട് പിടിച്ചു, അല്ലെങ്കിൽ BJP കുറച്ച് വോട്ട് പിടിച്ചു. ഇനി സംസ്ഥാനത്ത് ഒട്ടുനീളമുള്ള CPI എന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചില സ്ഥലങ്ങളിൽ 2020 സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒറ്റ ഉദാഹരണം പറയാം. തൃപ്പൂണിത്തുറ തന്നെ മുൻ ഇലക്ഷന് നിർത്തിയത് KS രാധാകൃഷ്ണനെ പോലെ ഒരു പ്രഗത്ഭനയായിരുന്നു. ഈ പ്രാവശ്യം തൃപ്പൂണിത്തുറ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് ആരെയാണ്? 2020 കൊടുത്ത് ആ സീറ്റിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ BJP ഇടതുപക്ഷ ഒരു ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായി സ്ഥാനാർത്ഥി നിർണയത്തിൽ നമുക്ക് ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ജനങ്ങൾ തയ്യാറാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ തയ്യാറാണ്. നമ്മൾ ഓരോ മണ്ഡലം എടുത്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അങ്ങ് കിഴക്കുന്ന കോതമംഗലം മുതലെടുക്കാം. കോതമംഗലത്തായാലും ഇപ്പോൾ 2 ടൈം ഇടതുപക്ഷത്തിൻ്റെ MLA ജയിച്ചു. പക്ഷേ ഈ പ്രാവശ്യം അവിടെ നിൽക്കുന്നത് ആ നാട്ടുകാരൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന, ആ നാട്ടിൽ ഒത്തിരി സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വിജയിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ കോതമംഗലത്ത് ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാവുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് വരുമ്പോൾ മൂവാറ്റുപുഴയെ പറ്റി പറയുകയാണെങ്കിൽ മൂവാറ്റുപുഴ MLA പറ്റി ആർക്ക് എന്ത് എതിരഭിപ്രായമാണുള്ളത്? മൂവാറ്റുപുഴ ടൗൺ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലും നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാത്യു കുഴൽനാടനെ പോലെ ഒരു ചടുലമായ ഒരു MLA മൂവാറ്റുപുഴയ്ക്ക് ഒരു അനുഗ്രഹമാണ്. അത് മൂവാറ്റുപുഴക്കാർക്കറിയാം. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ തന്നെ മുന്നോട്ട് പോകും. അത് കഴിഞ്ഞ് പിറവത്തേക്ക് വരികയാണെങ്കിൽ പിറവത്ത് അനൂപ് ജേക്കബിൻ്റെ ഭൂരിപക്ഷം ഓരോ ഇലക്ഷനും വർദ്ധിച്ചു വരികയാണ്. നമ്മളത് കാണുന്ന കാര്യമാണ്. പിന്നെ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എങ്ങനെയാണ് നമുക്കറിയാം. ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നും അങ്ങോട്ട് പോയി പെട്ടെന്നൊരു ഇലക്ഷൻ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആയി നിൽക്കുന്നത്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ആ ഒരു വിശ്വാസത്തിലുള്ളവരാരും ആ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ആ മുന്നണിക്കോ ഒന്നും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അനൂപ് ജേക്കബിൻ്റെ ഉൾപ്പെടെ ഭൂരിപക്ഷം കൂടി വരും. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കുന്നത്തുനാടിനെ പറ്റി പറയുകയാണെങ്കിൽ കുന്നത്തുനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം VP സജീന്ദ്രന് പരാജയപ്പെട്ടുവെങ്കിലും അതിനു മുന്നേ 2 ടൈം അദ്ദേഹം MLA ആയിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഒരു MLA, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു MLA ഇല്ലാത്തതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലായതുകൊണ്ട് തീർച്ചയായും ആ നാട്ടിലെ ജനങ്ങൾ ഈ പ്രാവശ്യം UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രനെ MLA ആക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കും. അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാവും ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു. ഒരു ജനകീയനായ MLA, ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു MLA തിരിച്ചു കൊണ്ടുവരാൻ ആ നാട്ടിലെ ജനങ്ങൾ കാണുന്നത് നോക്കാം. പിന്നെ 2020 എന്നുള്ള ഫാക്ടർ, 2020 കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഫാക്ടറായി അവിടെ നിന്നുവെങ്കിൽ ഇപ്പോൾ അവർ NDAയിലേക്ക് പോയതോടുകൂടി യഥാർത്ഥമായി വർഗീയ പിന്തുണ ആ ഒരു രീതിയിലേക്ക് പോകാത്തവരെല്ലാം 2020 നിന്ന് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഒത്തിരി പ്രവർത്തകർ തറവാട്ടിലേക്ക് മറങ്ങി വരുന്നൊരു സാഹചര്യമാണ് കുന്നത്തുനാടിനെ സംബന്ധിച്ചുള്ളത്. അത് ഈ ജില്ലയിലും മുഴുവനും ബാധിക്കും. പല മണ്ഡലങ്ങളിലും ഈ 2020 എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറിയതിൽ ചില ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ക്ഷീണം വന്നിട്ടുണ്ട്. ആ ക്ഷീണമെല്ലാം ഈ ഇലക്ഷനോടുകൂടി തിരിച്ചു വരും. കാരണം അവർ NDA അല്ലെങ്കിൽ ഒരു വർഗീയ മുന്നണിയിലേക്ക് പോയതിൽ എതിർപ്പുള്ള ഒത്തിരി വ്യക്തികൾ തിരിച്ച് അവരുടെ തറവാട് ജനാധിപത്യ വിശ്വാസികളുടെ വോട്ടായ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഞാനിപ്പോൾ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയെപ്പറ്റി മാത്രമാണ് സംസാരിച്ചുള്ളൂ. പിന്നെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരികയാണെങ്കിൽ മുൻ MLA തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് സിറ്റിംഗ് MLA K ബാബു, അവിടെ തന്നെ ഇപ്പോൾ ഐക്യജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ദീപക് ജോയ്, അദ്ദേഹം പ്രഗത്ഭനാണ്. കൊച്ചി നഗരസഭയുടെ ഡെപ്യൂട്ടി മേയറാണ്. കുറഞ്ഞ കാലയളവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. തൃക്കാക്കര ഉമാ തോമസ്, PT തോമസിന് ജനങ്ങൾ എങ്ങനെ
കണ്ടിരുന്നു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ സ്നേഹിച്ചിരുന്ന ഒരു നേതാവാണല്ലോ പി ടി തോമസ്. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയാണ് കഴിഞ്ഞ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുകയും ജയിക്കുകയും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് മുന്നോട്ട് പോകുന്ന ഇപ്പോൾ ഇലക്ഷൻ പൊതു തെരഞ്ഞെടുപ്പിലും ഉമാ തോമസ് തന്നെ അവിടെ മത്സരിക്കുന്നു. ജയിക്കാനുള്ള സാഹചര്യം തന്നെയാണ് എല്ലാ തരത്തിലും. അവിടെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ ആലുവയെ സംബന്ധിച്ച് ജനകീയനായ MLA അൻവർ സാദത്ത്, അദ്ദേഹത്തിൻ്റെയും ഭൂരിപക്ഷം ഓരോ തെരഞ്ഞെടുപ്പിലും വർദ്ധിച്ചു വരികയാണ്. അതും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഗുണകരമായി തീരും. അദ്ദേഹം അവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അങ്കമാലി ആയാലും പെരുമ്പാവൂരായാലും സിറ്റിംഗ് MLA ഉന്നപ്പള്ളി മാറിക്കൊണ്ട് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ അവിടെ മത്സരിക്കുന്നു. അദ്ദേഹം ആ നാട്ടുകാരനാണ്. ആ വോട്ട് ഷെയർ അദ്ദേഹത്തിന് തീർച്ചയായും കിട്ടും. ഈ പെരുമ്പാവൂരും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു കോട്ടയാണ്. അപ്പോൾ വീണ്ടും അവിടെ തന്നെ ഒരു MLA മാറി പുതിയ ആൾ വരുന്നു. അദ്ദേഹവും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. ഇതിലെല്ലാം രസകരമായ സംഭവം എന്ന് വെച്ചാൽ പലപ്പോഴും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടാൻ സാധിക്കാതെ വന്നപ്പോൾ മാറി പ്രസ്ഥാനത്തിട്ടിട്ട് പോയവരാണ് പല സമയങ്ങളിലും. ഇപ്പോൾ ഇടതുപക്ഷത്തിനായാലും NDA എന്നുള്ള വർഗീയ മുന്നണിയുടെ കൂടെയായാലും മത്സരിക്കുന്നവരെല്ലാവരും, പെരുമ്പാവൂരായാലും പർവ്വത്തായാലും ഇതാണ് സാഹചര്യം. നിലവിലെ സാഹചര്യം കോൺഗ്രസ്സിലുണ്ടായിരുന്നവർ തന്നെയാണ് മറ്റു മുന്നണികളിൽ മത്സരിക്കുന്നത്. സ്ഥാനങ്ങൾ കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാറിയിരിക്കുന്നത്. പടിഞ്ഞാറൻ മേഖലയിലേക്ക് വന്നാലും ലത്തീൻ സഭയ്ക്ക് ഗണ്യമായ പ്രാതിനിധ്യമുണ്ട്. പക്ഷേ സഭ ഒരിക്കലും ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തോട് കൂടെ തന്നെ ചേർന്ന് നിൽക്കും. എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പിന്നുൾപ്പെടെ മാറ്റാൻ സാധ്യത കാണുന്നൊരു മണ്ഡലമാണ്. എറണാകുളം ആയാലും കൊച്ചിയിലും എല്ലാം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. കളമശ്ശേരി കഴിഞ്ഞ പ്രാവശ്യം കൈവിട്ടു പോയി. പക്ഷേ ആ നാട്ടിലെ ജനങ്ങളും തെറ്റുതിരുത്തും എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അതിനുള്ള അത്തരത്തിലുള്ള ഒരു വാർത്തകളും ട്രെൻഡുകളുമാണ് അവിടെ നിന്നെല്ലാം വരുന്നത്. കാരണം അവിടെ മത്സരിക്കുന്ന സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളും കണ്ടുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ എന്തുമാത്രം വികസനം കൊണ്ടുവന്നു എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. വ്യാവസായിക നഗരമാണ് ഈ പറഞ്ഞ കളമശ്ശേരിയുടെ മുൻകാലങ്ങളിലുള്ള അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നമുക്ക് ചിന്തിക്കണം. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ജനങ്ങൾ അതിനെ പ്രതികരിക്കും. അത് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ശ്രീ സോവറിൻ, ഇപ്പം സോവറിൻ മുമ്പേ സംസാരിച്ചപ്പോൾ ആദ്യം സംസാരിച്ചപ്പോൾ പറയുണ്ടായി FCRAയുടെ ഒരു ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത് എന്താ പറയുക, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് ഒക്കെ ഒരു സർക്കാരാണ്, അതായത് കേന്ദ്ര സർക്കാരിനോടും ഒക്കെയുള്ള ഒരു വിയോജിപ്പുകൾ അത്തരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം. പക്ഷെ നേരെ തിരിച്ച് അത് വോട്ടാക്കി മാറ്റാനല്ലേ BJPക്കും 2020ക്കും സാധിക്കുക. കാരണം എത്രയോ സർക്കാരിനോട് ചേർന്ന് നിന്നുള്ള പ്രവർത്തനത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഒരു സമീപനമല്ലേ അവർ സ്വീകരിക്കുക. ഒപ്പം തന്നെ ജോൺസൺ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒരു കാലത്തും കോൺഗ്രസിനെയോ അല്ലെങ്കിൽ UDFനെയോ തള്ളിപ്പറയുന്ന ഒരു നയം ഒന്നും സഭകൾ സ്വീകരിച്ചിട്ടില്ല. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായിട്ടൊരു വിധിയെഴുത്തുണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചാൽ അതിനെ എങ്ങനെ തന്നെ നമുക്ക് അല്ല എന്ന് പറയാൻ പറ്റുക. ഒപ്പം തന്നെ നിങ്ങൾ സോവറൻ പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചു, 2020യും BJPയും ഒന്നും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് പല സ്ഥലത്തും BJP ക്രമാനുഗതമായി അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചത്. അങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അവരുടെ കയ്യിലെത്തിയത്. ഒപ്പം തന്നെ തൃപ്പൂണിത്തുറ പോലുള്ള സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് BJP അവരുടെ ഒരു വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചതെന്ന്. അതുകൊണ്ട് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ഗ്രൗണ്ട് വർക്ക് BJP നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതെ, അതിനകത്ത് ഞാനിപ്പം തുടങ്ങാം. BJP വോട്ട് ഷെയർ വരുത്തുന്നതിനകത്തൊരു വ്യക്തമായ മറുപടി എനിക്കുണ്ട്. കാരണം BJP എവിടെയൊക്കെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നുണ്ടോ അവിടെയൊക്കെ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് എവിടെ നോക്കിയാൽ എവിടെ BJP കൂടുതൽ വോട്ട് മേടിക്കുന്നുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസിന്റെ വോട്ടുകളാണ് കുറഞ്ഞിരിക്കുന്നത്. അതായത് ഇടതുപക്ഷം അവർക്ക് കിട്ടിയ വോട്ടുകൾ നിലനിർത്തുകയും അവർക്ക് കിട്ടിയ മുമ്പത്തെ വർഷങ്ങളിൽ കിട്ടിയ വോട്ടുകളെക്കാൾ കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ട്രെൻഡാണ്. ഈ കോൺഗ്രസിൽ നിന്ന് BJP പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൽ നിന്നാൽ പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് BJP പോയിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയായി പോകാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ പല കൂട്ടുകാരും ആ BJPയിൽ NDAയിലുള്ള കാരണം ഈസി ആയിട്ട് മോദീനെ വരെ മാറ്റി നിർത്തി പുള്ളിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയാവാം. പക്ഷേ കോൺഗ്രസിൽ നിന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ഫാക്ടറാണ്. അങ്ങേർക്ക് ഭൂരിപക്ഷം കിട്ടിയാലും പ്രധാനമന്ത്രിയാവാൻ പറ്റില്ല. കാരണം പ്രധാനമന്ത്രി മോഹികളായിട്ട് ഒത്തിരി ആളുകൾ കോൺഗ്രസിന്റെ കൂടെയുണ്ട്. അവർ തന്നെ കാലുവാരും എന്നുള്ളതിന്
ഒരു നമ്മൾ പണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കി അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബി ജെ പി എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, അതായത് തിരുവനന്തപുരത്ത് അവർ കോർപ്പറേഷൻ പിടിക്കുകയുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ടുള്ള അവരുടെ ഭരണത്തിലുള്ള നമുക്ക് കാണാം ഒരു പ്രഹസനമല്ല പ്രഹസനം എന്ന് പറയുക മാത്രമേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ മേയറുടെ ഓരോ കാര്യങ്ങളും ഇപ്പം ഇത് കഴിഞ്ഞു, നമ്മുടെ പൊങ്കാല കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു ആ ചുടുകട്ടകൾ കൊണ്ട് വീടുകൾ ഉണ്ടാക്കുക. അത് ആര്യരാജൻ നടപ്പിലാക്കിയ ഒരു പദ്ധതി അവർ ഗ്ലോറിഫൈ ചെയ്ത്. അപ്പം ശരിക്കും വേണ്ടി LDF അവിടെ ചെയ്തു വെച്ച കുറെ പ്രവർത്തികൾ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇവർക്കായിട്ടുള്ള ഈ BJP ഭരണത്തിൽ കയറിയുകൊണ്ട് ഒരു പ്രത്യേക മെച്ചമൊന്നുമില്ല. അവർ ആകെപ്പാടെ BJP കൊണ്ടുവന്ന് തന്നെ ഒരു ആമ പ്രൊജക്ട് കൊണ്ടുവന്നു, കടലാമകളുടെ പ്രൊജക്ട്. മനുഷ്യർക്ക് കൊള്ളാവുന്ന പ്രൊജക്ട് ആണെങ്കിൽ BJP കൊണ്ടുവന്നതായിട്ട് ആർക്കെങ്കിലും അറിയാം. എയിംസ് കൊണ്ടുവരുമെന്ന് പറയുന്നത് നടന്നോ? അപ്പോൾ ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിച്ച് ഒരു ഗിമിക്ക് കാണിച്ച് അവർ വോട്ട് ഷെയർ ഉയർത്തുന്നുണ്ട്. അത് ആ ഗിമിക്കിൽ വീണ് പോകുന്നത് കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസിന്റെ അനുഭാവികളാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയുടെ ഗിമിക്കുകളിൽ വീണ് പോകുന്നത്. അത് ഏത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിച്ചാലും നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പറയുണ്ടായി ഇവരുടെ കോൺഗ്രസിന്റെ MLA മാർക്കെതിരെ ഒരു ആരോപണവും മോശമായ ആരോപണവും വന്നിട്ടില്ലെന്ന് ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് പരാമർശിക്കുന്നില്ല. പക്ഷേ ഈ ജോൺസൺ തന്നെ മനസ്സിലാക്കി അറിയാം എന്ത് കാരണമാണ് ജോൺസൺ പറയുക എൽദോസ് കുന്നപ്പള്ളിയെ ഇവിടെ മാറ്റി നിർത്താൻ എന്ത് കാരണമായിരിക്കും പറയണത്. ആ കാരണം ജോൺസന് കൃത്യമായിട്ട് അറിയാം. അപ്പം ആ ആരോപണ വിധേയരല്ല കോൺഗ്രസിന്റെ MLA-മാർ എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ പിറവത്തിനെ കുറിച്ച് സംസാരിക്കും. പിറവെന്ന് പറഞ്ഞാൽ ഞാനിപ്പം അന്വേഷിച്ച് മനസ്സിലാക്കിയത് സംബന്ധിച്ച് പിറവ് എന്ന മണ്ഡലം 10 വർഷമായിട്ട് യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല ആ മണ്ഡലത്തിൽ. കാരണം അവിടുത്തെ MLA ആ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒരു വർക്കും ചെയ്യുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു MLA എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു MLA എന്ന ബോർഡ് മാത്രമേ ഉള്ളൂ ആ MLA-ക്ക്. അല്ലാണ്ട് അവിടെ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ആ MLA ഫണ്ട് വിനിയോഗിക്കാനോ ഒരു വികസനം കൊണ്ടുവരാനോ MLA-ക്ക് കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനം. അതുപോലെ തന്നെ എറണാകുളത്ത് വികസനം നടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കാരണം എറണാകുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സിറ്റിയാണ്. അതായത് എറണാകുളത്താണ് ആദ്യമായിട്ട് ഗെയിൽ പൈപ്പ് ലൈനിലൂടെ കണക്ഷൻ കൊടുത്ത് ആളുകളിലേക്ക് ഡൊമസ്റ്റിക് ഗെയിൽ ആയിട്ട് 60,000 കണക്ഷനുകളോടെ ഇതുവരെ നൽകി കഴിഞ്ഞു. 1,26,000 അപേക്ഷകളാണ് കിട്ടിയേക്കണേ. അതിനകത്ത് ഇതുവരെ 62,000-ഓളം കണക്ഷൻ എറണാകുളത്ത് കൊടുത്തു. അപ്പം അത് വലിയൊരു ഡെവലപ്മെന്റ് ആണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016 സുരേന്ദ്രൻ പറഞ്ഞു പിണറായി എന്ന വ്യക്തിയെ ഞാൻ അംഗീകരിക്കാം, ഗെയിൽ പൈപ്പ് ലൈനും അതുപോലെ നാഷണൽ ഹൈവേയും പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അത് പക്ഷേ അയാൾ വിഴുങ്ങി, വർത്തനയൊക്കെ വിഴുങ്ങി. പക്ഷേ പിണറായി എന്ന ധീരമായ ഒരു ഭരണാധികാരി അത് നടപ്പുവരുത്തുകയും ഗെയിൽ പൈപ്പ് ലൈന് വേണ്ട സ്ഥലമെടുത്ത് പൂർത്തിയാക്കി ആ പദ്ധതി കംപ്ലീറ്റ് ആക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എറണാകുളത്തിന്റെ മറ്റൊരു ഇതാണ് ചീഞ്ഞു നാറുന്ന ഒരു എറണാകുളം ഉണ്ടായിരുന്നു. അതിപ്പം നമുക്ക് കൺമുമ്പിൽ കാണുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ആ കൺമുമ്പിൽ കാണുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്താൽ പോലും ചീഞ്ഞു നാറുന്ന എറണാകുളം ഇപ്പം ഇല്ല. അവിടുത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ നിലവിൽ വന്നു. എത്ര പെട്ടെന്നാണ് MP രാജേഷ് നേതൃത്വം കൊടുത്ത് അവിടെ ഒരു പ്ലാന്റ് നിലവിൽ വന്നു. അതുപോലെ പി രാജീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വ്യവസായ മന്ത്രിയാണ്. അതായത് വ്യവസായങ്ങളെ ഇത്രമാത്രം കേരളത്തിലേക്ക് ആകർഷിച്ചതും പുതിയ സംരംഭങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തതുമായിട്ടുള്ള ഒരു വ്യവസായ മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ ഈ നമ്മൾ അഴിമതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ആരോപണങ്ങളെ കുറിച്ച് പറയണ്ട, കൃത്യമായ അഴിമതി നടന്ന് ഒരു പാലം പൊളിക്കേണ്ടി വന്ന ജില്ലയാണ് എറണാകുളം, പാലാരിവട്ടം പാലം. നമുക്ക് അഴിമതിയുടെ സ്തൂപങ്ങൾ ഉടയ്ക്കപ്പെട്ടു, കാരണം പുതിയത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ആ സ്തൂപം ഇപ്പം ഇല്ല. പക്ഷെ അതുപോലെ ഒരു സംഭവം നടന്ന എറണാകുളത്ത് അത് പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഈ LDF-ന്റെ കാലത്ത് നടന്നിട്ടുണ്ടോ? LDF-ന്റെ കാലത്ത് ഇങ്ങനെ തകർന്നു വീണ പാലങ്ങളുണ്ടോ പണി പൂർത്തിയായതിനു ശേഷം? ഇല്ല. അതിനെക്കുറിച്ച് അതുപോലെ റോഡുകളുടെ വികസനം എറണാകുളത്ത് ജില്ലയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ റോഡുകൾക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡുകളിൽ കറുപ്പ് കാണാനില്ലായിരുന്നു, മിറ്റിൻ്റെ കളറായിരുന്നു, അത് കല്ലുകളുടെ കളറായിരുന്നു റോഡുകൾക്ക്. ഇപ്പൊ കറുപ്പ് കളറാണ് റോഡുകൾക്ക്. അതാണ് എറണാകുളത്തിന്റെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കേരള ഗവൺമെന്റ് വ്യക്തമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യവസായ വകുപ്പിനാണ്. അതായത് രാജീവ് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യവസായ വകുപ്പിന് ഇനിയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മാത്രമാണ് LDF-ന് അല്ലെങ്കിൽ അടുത്ത ഒരു ഭരണത്തിൽ അതിന് നേട്ടം കൊയ്യാൻ പറ്റുള്ളൂ കേരളത്തിൽ. കാരണം
ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് വ്യവസായങ്ങളെ ആകർഷിക്കാൻ പറ്റും. അതായത് ഞങ്ങൾ ഇതിവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം പ്രോജക്റ്റ്, അതുപോലെ റോഡുകളുടെ നിർമ്മാണം, പവർ കട്ടില്ലാത്ത സംസ്ഥാനം, സമരങ്ങളില്ലാത്ത സംസ്ഥാനം, ഇതൊക്കെ വെച്ച് നമുക്ക് വ്യവസായ സംരംഭങ്ങളെ ആകർഷിക്കാൻ പറ്റും. അപ്പം ഇനിയുള്ള ഒരു കേരളത്തിന്റെ വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഡെവലപ്പാക്കിയതിന് ശേഷം കൃത്യമായ രീതിയിൽ വ്യവസായ വിപ്ലവം നടത്തുക. അതൊരു വലിയ പ്രൊജക്റ്റാണ്. അത് ഡ്രീം പ്രൊജക്റ്റ് നടക്കണമെങ്കിൽ ഒരു തുടർഭരണം തന്നെ വേണം. അതുപോലെ തന്നെ ഈ KC വേണുഗോപാൽ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായി, ഞങ്ങൾക്ക് ഭരണമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫണ്ടില്ല. അപ്പം ഇവരുടെ ഈ പ്രസ്ഥാനങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താ? കോൺഗ്രസിന് എന്തിനാ ഭരണം കിട്ടുന്നത്? ഫണ്ടിൽ സ്വരൂപിക്കാനാ? കോൺഗ്രസിന് ഭരണം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫണ്ട് സ്വരൂപനം പോലെയാണ് അവർ കണക്കാക്കുന്നത്. ഞാനിത് എൻ്റെ വായി നിർത്ത് പറയുന്ന കാര്യമൊന്നുമല്ല, നമുക്ക് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും വന്ന കാര്യങ്ങളാണിത്. ഞങ്ങൾക്ക് ഭരണമില്ല, അതുകൊണ്ട് പൈസ ഇല്ല. ഇതൊക്കെ ഏത് നേതാവ്, LDFന്റെ നേതാവ് അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? LDFന്റെ നേതാവ് അങ്ങനെ പറഞ്ഞതിൻ്റെ എത്രമാത്രം ഓഡിറ്റ് ചെയ്യും? ചാനൽ ചർച്ചയായിട്ട് എത്ര പ്രാവശ്യം അത് ചാനലുകൾ നിറഞ്ഞാടുന്ന ഒരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു ലീഡേഴ്സ് ഉള്ള ഒരു കേരളത്തിൽ എങ്ങനെ കോൺഗ്രസ്, അതായത് ഇവർക്ക് ഭരണം കിട്ടിയാൽ പോലും അത് നേരെ കൊണ്ടാകാൻ ഇവർക്ക് പറ്റില്ല. അതിന് മുമ്പത്തെ അനുഭവം നമുക്കുണ്ട്. എത്ര പ്രാവശ്യം മുഖ്യമന്ത്രി മാറ്റുകയും ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ മാറ്റുകയൊക്കെ ചെയ്ത ഒരു സംസ്ഥാനമാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ മാറ്റിയ ഒരു സംസ്ഥാനമാണ്. LDFന് ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഭരണം നടത്തി അവര് തുടർ ഭരണം പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റി മാറിപ്പോയേക്കുന്ന ഒരു സംഭവം ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LDF ഇതിനു മുമ്പ് പലപ്പോഴും നമ്മൾ തുടർഭരണം പ്രതീക്ഷിച്ചതാണ്. പക്ഷെ വളരെ ചെറിയ മാർജിനിൽ മാറിപ്പോവുകയോ അതിനകത്ത് ആ സമയത്ത് എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള ഇഷ്യൂ ഉയർത്തി കാണിച്ച് LDFന്റെ തുടർഭരണം നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. LDFന് ശക്തമായ തുടർന്ന് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾ മൊത്തം നോക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇതുവരെ ഒരു പെൻഷനുകളും നിർത്തിയിട്ടില്ല. പെൻഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ജോൺസൺ പറഞ്ഞ ഒരു കാര്യത്തിലൂടെ പറഞ്ഞിട്ട് ഞാനൊരു ഇതിലേക്ക്, കാരണം ജോൺസൺ മുമ്പേ സൂചിപ്പിക്കേണ്ട ഇവന്റെ തൃപ്പൂണിത്തറയിൽ BJP നിർത്തിയിരിക്കുന്ന ഒരു വീക്ക് കാൻഡിഡേറ്റിനെയാണ്. അത് ഇടതുപക്ഷവും BJP തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ള രീതിയിൽ ഒരു ആരോപണം നടത്തിയിരുന്നു. അതിന്റെ ഒരു മറുപടിയും കഴിഞ്ഞിട്ട് നമുക്ക് കുന്നത്തുനാട് മണ്ഡലത്തിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. കാരണം ആ മണ്ഡലത്തിലാണ് ഏറെ ശ്രദ്ധേയമായ 2020 ഉള്ളത്, BJPയുടെ കൂട്ടുകെട്ടുള്ളത്. അതുപോലെ തന്നെ ആ മണ്ഡലം ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനൊരു മറുപടി പറഞ്ഞിട്ട് നമുക്ക് ഡീലാരോപണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം സ്വരാജ് അവിടെ തോക്കാനുള്ള ഒരു കാരണം എന്താ? സ്വരാജ് തോക്കാനുള്ള കാരണം BJP ക്രോസ് ഔട്ട് ചെയ്താണ് സ്വരാജിനെ തോൽപ്പിച്ചത്. കാരണം സ്വരാജ് അവരെ ഏറ്റവും ഉയർത്തി കാണിച്ചത് ശബരിമല ഇഷ്യൂ ഉയർത്തി കാണിച്ച സ്വരാജിനെതിരെ ക്രോസ് ഔട്ട് ചെയ്താണ് അവിടെ കെ ബാബു ജയിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് CPM-ആയിട്ട് ഡീല് വരുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? അതൊരിക്കലും എന്ന് വെച്ചാൽ ഇവർ ഈ ഡീൽ ആരോപണം ഉന്നയിക്കുന്നത് തന്നെ ഇവരുടെ ഡീല് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ആരോപണങ്ങളാണ്. LDF ഒരിക്കലും BJP-ആയിട്ട് ഇതിപ്പോൾ പണ്ടാണ്ട് പറഞ്ഞാൽ അമരീഷ് പുരിയും ഓംപുരിയും കൂടെ ജോയിന്റ് വെഞ്ചറായിട്ട് പോവുമോ? അതൊരിക്കലും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഡീലില്ല. LDF ഒരിക്കലും ഡീലിന് പോകില്ല. അവർക്കല്ലാണ്ട് തന്നെ ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഡീലിന് പോകേണ്ട കാര്യമില്ല. അതാണ്. അതുപോലെ കുന്നത്തുനാട് ശരിക്കും സംഭവിക്കാൻ പോകുന്നത്, കുന്നത്തുനാട് ബാബു ദിവാകരൻ എന്നൊരു സ്ഥാനാർത്ഥിയാണ് 2022 നിർത്തിയേക്കുന്നത്. അപ്പോൾ ഈ ബാബു ദിവാകരൻ എവിടെ നിന്ന് വന്നേക്കുന്നത്? കോൺഗ്രസിലെ ഒരു നല്ല നേതാവായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് ബാബു ദിവാകരനെ. കാരണം സജീവമായിട്ട് പ്രവർത്തിക്കുകയും ഇതുവരെ സീറ്റൊന്നും കിട്ടാതെയും, അതുപോലെ എന്താ പറയുന്നത്, വലിയ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായ ഉയർച്ചകൾ ഉണ്ടാവാറുണ്ട്. ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അത് അങ്ങനെ ഒരു കാൻഡിഡേറ്റാണ് കുന്നത്തുനാട് നിർത്തിയാണ് 2020. അപ്പം അതുപോലെ അതാണ് VP സജീന്ദ്രനെ ബാധിക്കുന്ന ഒരു പ്രശ്നം. VP സജീന്ദ്രൻ അവിടെ യാതൊരു വിജയ സാധ്യതയില്ല. എന്നാൽ നേരെ മറിച്ച് ഈ കോൺഗ്രസിൽ നിന്നുള്ള സ്പ്ലിറ്റ് വോട്ടും അതുപോലെ ഈ 2020 കുറെ വോട്ടുകൾ പോകും. കാരണം BJP-ആയിട്ട് ചങ്ങാത്തം വന്ന കാരണം 2020 അവിടെ ഒരു പ്രസക്തി ഇല്ലാണ്ടായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ശരിക്കും ചതിക്കുകയാണ് ചെയ്തേക്കുന്നത്. ഒരു മുതലാളി കൊണ്ടായിട്ട് കുറെ ആൾക്കാരെ വിൽപ്പനച്ചരക്കാക്കി വെച്ച് BJP-ക്ക് മറിച്ചു വിറ്റു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൻ പവർ വിൽക്കുക എന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അടിമാളെ വിൽക്കണ പോലെ സാബു ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. സാബു കുറെ ക്രിയേറ്റഡ് ആയിട്ടുള്ള ആളുകളെ പൈസ കൊടുത്ത് അവിടെ ക്രിയേറ്റ് ചെയ്തു, അവരെ കൊണ്ട് BJP-ക്ക് വിറ്റു. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ അത് ആത്മാഭിമാനമുള്ള ഒരു കേരളീയനും അതിന് സമ്മതിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഈ BJP-യിൽ നിന്ന് പോകുന്ന വോട്ടുകൾ LDF-ലേക്ക്, അതായത്
2020 പോകുന്ന വോട്ടുകൾ LDF കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രീനിധന്റെ വിജയം അവിടെ സുനിശ്ചിതമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജോൺസൺ, നോക്കൂ, ഞാനിപ്പോൾ വരുന്നത് മറ്റേ നമ്മുടെ തൃപ്പൂണിത്തുറ മണ്ഡലത്തെ കുറിച്ച് ഇതിനെല്ലാം മറുപടി ഉണ്ട്, എനിക്ക് മറുപടി അല്ല പറയാൻ അവസരം തരണം. അല്ല അതിനുള്ള മറുപടി ചോദ്യം കൂടെ ശേഷം ജോൺസൺ അതിനുള്ള മറുപടി കൂടെ കൂട്ടി പറഞ്ഞത്. ഇപ്പൊ 2016 തെരഞ്ഞെടുപ്പിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ BJP-യുടെ ആരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. പക്ഷെ ഞാൻ അതിന്റെ ഒരു ഭാഗമായി നിന്ന് സംസാരിക്കുകയാണ്. അവരുടെ പക്ഷം നിൽക്കാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് പറയുകയാണ് മാത്രം. ഇപ്പോൾ അവിടെ 2016 തുറവൂർ വിശംബരനാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അവിടെ അന്ന് നേടിയത് 29,843 വോട്ടാണ്. അന്ന് ജയിച്ചത് M സ്വരാജാണ്. 62,000 വോട്ടുകൾക്ക് 58,000 വോട്ടുകളാണ് K ബാബു നേടിയത്. നോക്കൂ, 2020 വന്നപ്പോൾ നേരെ തിരിഞ്ഞു. അതിൽ നിന്ന് ഏകദേശം 6,000 വോട്ടുകളോളം കുറവ് വന്നിരിക്കുന്നു. 23,000-ൽ പരം വോട്ടുകളാണ് BJP-യുടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ കിട്ടിയത്. K ബാബുവിന് 66,875, 1,232 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം ഇവരിങ്ങനെ ആരോപിച്ചാൽ, അതായത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണെന്ന് സോവറിനെ ആരോപിച്ചാൽ അതിന് തെറ്റ് പറയാൻ പറ്റില്ല. ഒന്നത് അതിന്റെ മറുപടി പറഞ്ഞതിന് ശേഷം നമുക്ക് കുന്നത്താണ്ടിലെ മറ്റുള്ള ചർച്ചയിലേക്ക് തന്നെ പോകാം. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ K ബാബു എന്ന് പറയുന്ന MLA, അവിടുത്തെ ജനകീയനായ MLA, വർഷങ്ങളായിട്ട് അവിടെ ജയിച്ചു വരുന്ന മണ്ഡലമാണ്. അപ്പോൾ അതിലാണ് ഒരു മാറ്റം വന്നത്. ആ ഒരു മാറ്റം ജനങ്ങൾ തെറ്റിതിരുത്തി എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അത് BJP വോട്ട് ചെയ്തിട്ടാണോ, കാലാകാലങ്ങളായിട്ട് എവിടെയും നിൽക്കുന്ന വോട്ടുകളോ അല്ലെങ്കിൽ ആരുടെയും കുത്തവകാശത്തിലുള്ളതല്ല ഒരു ലിസ്റ്റിലുള്ള വോട്ട്. ആ വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. ആ വോട്ടുകൾ അങ്ങനെ മാറി അദ്ദേഹത്തിന് കൂടുതൽ വോട്ടുകൾ കിട്ടിയപ്പോൾ അദ്ദേഹം ജയിച്ചു. അദ്ദേഹം ജനകീയനാണ്, അദ്ദേഹം ജനകീയനായ MLA ആണ്. തൃപ്പൂണിത്തുറയിലേക്ക് അദ്ദേഹം തൃപ്പൂണിത്തുറ സ്വദേശി അല്ലെങ്കിലും തൃപ്പൂണിത്തുറ വന്നപ്പോൾ മുതൽ കയ്യിൽ കരുതിക്കൊണ്ട് നടക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹത്തെ ആ നാട്ടിലെ ജനങ്ങൾ വെറുക്കില്ല. അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തു, വോട്ട് ഷെയർ കൂടി അദ്ദേഹം ജയിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിൽ BJP സഹായിച്ചിട്ട് അല്ലെങ്കിൽ BJP വോട്ട് ചെയ്തിട്ടാന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ അവരുടെ ഒരു ആരോപണത്തെ ഞാൻ ചോദിച്ചു എന്ന് മാത്രം. ആ ആരോപണത്തെ തള്ളിക്കളയാൻ മാത്രമേ സാധിക്കൂ. പിന്നെ കുന്നത്തുനാട്ടിലേക്ക് വരികയാണ്. കുന്നത്തുനാട്ടിലെ ഒരു സാഹചര്യം നോക്കൂ ജോൺസൺ. ഇപ്പം സോവറിൻ പറഞ്ഞതുപോലെ അവിടെ ബാബു ദിവാകരനാണ് മത്സരിക്കുന്നത്. കൃത്യമായ വോട്ട് ഷെയർ 2020 മാത്രം ഉള്ള മണ്ഡലമാണ്. അതായത് 41,890, ഏതാണ്ട് 42,000 വോട്ടുകൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു മണ്ഡലമാണ്. BJPക്കും 7,000 വോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഏകദേശം 49,000 വോട്ടുകൾ, ഏകദേശം കോൺഗ്രസ് നേടിയതിനേക്കാളും കൂടുതൽ വോട്ടുകൾ കിട്ടുകയാണ്. 2021 കിട്ടിയതെന്ന് പറയുന്നത് 48,463 വോട്ടുകളാണ്. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇവരെ നിങ്ങൾ തള്ളിക്കളയുമ്പോൾ ഈ നിർണായകമായ വോട്ട് ഷെയർ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. കാരണം മുമ്പേ ചർച്ചയുടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ വോട്ട് ഷെയർ കൃത്യമായിട്ട് BJP ഉയർത്തുന്നുണ്ട്. അത് 2020 കൂട്ടത്തിൽ കൂടി കഴിഞ്ഞ ശേഷം അത് കൂടാൻ മാത്രമല്ലേ സാധിക്കൂ. അതിന് മറുപടി, കാരണം ഈ 2020 ഒറ്റയ്ക്ക് നിന്നപ്പോൾ പല പഞ്ചായത്തുകളിലും ഭരണം ഉണ്ടായിരുന്നു, അവർക്ക് കൃത്യമായ വോട്ട് ഷെയർ ഒക്കെ ഉണ്ടായിരുന്നു കുന്നത്താണ്ടിൽ. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറച്ചൊന്നും വെക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ സാഹചര്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ 2026 തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 2020 സ്വതന്ത്രമായിട്ടല്ല നിൽക്കുന്ന അവിടെ, അത് NDA മുന്നണിയുടെ ഭാഗമായിട്ടാണ്. ഈ NDA മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നതാരാ? BJP-യാണ്. ആ വർഗീയ കൂട്ടുകെട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒത്തിരി ആളുകൾ, ജനാധിപത്യ വിശ്വാസികൾ ഈ പ്രാവശ്യം തിരിച്ചു ചിന്തിക്കുന്നുണ്ട്. എത്രയോ പേര് പഴയ കോൺഗ്രസ്സുകാർ ഈ 2020 പോയവരുണ്ട്, ഇല്ലാന്നല്ല. അവരെല്ലാം തന്നെ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ട വോട്ടുകൾ തന്നെ നമ്മുടെ പാളയത്തിലേക്ക് തിരിച്ചു വരികുന്ന ഒരു കാഴ്ചയാണ് സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ശ്രീനിജൻ അവിടെ കുന്നത്തുനാട്ടിൽ ജയിക്കുന്നത് ഏകദേശം 2,000-ന് മുകളിൽ ശിഷ്ട വോട്ടുകൾക്കാണ്. ആ വോട്ടുകൾ 2020 പോയതുകൊണ്ട് ചിലപ്പോൾ കോൺഗ്രസിന് നഷ്ടം വന്നതായിരിക്കാം. അതെല്ലാം തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കോൺഗ്രസിന് തന്നെയായിരിക്കും അത് ഗുണകരമാവുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം NDA മുന്നണിയിലേക്ക് പോയതോടുകൂടി 2020 ആ ഒരു പ്രസക്തി കുന്നത്താട് നിയോജകമണ്ഡലത്തിൽ സത്യം പറഞ്ഞാൽ ഇല്ലാതെയായിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുൻ വർഷങ്ങളിൽ അവരുടെ കയ്യിലിരുന്ന പല മണ്ഡലങ്ങൾ പോലും നഷ്ടപ്പെട്ടു. ചില പുതിയ സ്ഥലങ്ങൾ ഒരെണ്ണം കിട്ടി എന്നുള്ളതല്ലാതെ അവരുടെ കയ്യിലിരുന്ന പല മണ്ഡലങ്ങളും പല പഞ്ചായത്ത് ഭരണങ്ങളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നെ മുന്നേ അവർക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നു. ഇതിനെല്ലാം സാഹചര്യം വന്നു. 2020 ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ. കുന്നത്തുനാട്ടിൽ തന്നെ അവരുടെ വോട്ട് ഷെയർ ശരിക്കും കുറയുന്ന ഒരു സാഹചര്യമാണ്. ആ കൂടെയാണ് 2020 NDA മുന്നണിയിലേക്ക് പോയിരിക്കുന്നത്.
അപ്പോൾ ഈ മുതലാളിയുടെ ആ ഒരു നയങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത യഥാർത്ഥ ജനാധിപത്യ വിശ്വാസികൾ ഇനി ആ കൂടെ നിൽക്കില്ല. അവർ മാറ്റി ചിന്തിക്കും, അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു കോൺഗ്രസ്സുകാരെല്ലാം ബി ജെ പിയിലേക്ക് പോവുകയാണ്, കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് ഡീലെന്ന്. ഈ NDAയുടെ നാട്ടികയിലെ സ്ഥാനാർത്ഥി ആരാ? തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയിലെ സ്ഥാനാർത്ഥി ആരാ? ഈ ഒരു മാസം മുന്നേ LDFന്റെ അല്ല നിങ്ങൾ പറഞ്ഞോളൂ കുഴപ്പമില്ല. വികസന മുന്നേറ്റ യാത്ര നടത്തിക്കൊണ്ട് പോയ CPIയുടെ MLA ഇപ്പോൾ മത്സരിക്കുന്നത് NDAയുടെ ഭാഗമായിട്ടല്ലേ? അല്ല, തൃശ്ശൂര് ഈ പത്മജ വേണുഗോപാൽ ആരായിരുന്നു? കോൺഗ്രസിൽ നിന്ന് പോയിട്ടുണ്ട്. CPM ആരും പോയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? CPM ഇഷ്ടംപോലെ ആളുകൾ ദിനം പ്രതി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. CPM എന്നല്ല, അതിനകത്ത് ഒരു തിരുത്തലുണ്ട്. CPM എന്നല്ല ഈ നാട്ടിലെ MLA CPIM എന്നാണ്. ഇടതുമുന്നണിയുടെ സിറ്റിംഗ് MLA ആണ്. സിറ്റിംഗ് MLA അല്ലേ NDAയിലേക്ക് പോയത്? അത് കോൺഗ്രസിൽ നിന്നല്ലോ. അതിനകത്ത് NDAയിലേക്ക് പോകാനുള്ള കാരണം നിങ്ങളുടെ പാർട്ടിയിലല്ലാതെ ഗ്രൂപ്പ് വഴക്ക് സംഭവിച്ച പുള്ളിക്ക് അവിടെ സീറ്റ് കിട്ടാത്ത കാരണം BJPയിലേക്ക് പോയതാണെന്ന് കിട്ടി പറയണം. അതൊക്കെ നിങ്ങൾക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം. അതിപ്പോ ആർക്കും ഉന്നയിക്കാം. അവിടെ നടന്ന കാര്യമില്ല. അപ്പൊ ഈ CPM എത്രയോ പേര് ഇത് BJPയിലേക്ക് പോയി. എന്തിയാ CPM ഈ പറഞ്ഞ പ്രബലമായിട്ടുണ്ടായിരുന്ന പല സംസ്ഥാനങ്ങളിൽ പോലും ഇന്നില്ലാതെ എവിടെ പോയിരിക്കുന്നു? പാർട്ടി കോൺഗ്രസിനോട് ചോദിക്കാല്ലേ. കോൺഗ്രസ് ഇന്ത്യ അടക്കി ഭരിച്ചോണ്ടിരുന്ന കോൺഗ്രസ് കനലൊരു തരി എന്നുള്ള രീതിയിലേക്കല്ല, അത് ആളെ പറ്റിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കോൺഗ്രസ് എവിടെയാണ് ഇപ്പൊ CPMന്റെ സ്ഥാനം? എവിടെയാ CPMന്റെ ഒരു രാജ്യസഭാ മെമ്പർ പോലും ജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ, ഇദ്ദേഹം തന്നെ പറഞ്ഞു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുമായിരിക്കും, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും, അതിൽ തർക്കമില്ല. ഈ രാജ്യം ഇന്ന് ഈ വർഗീയ മുന്നണികൾ അധികാരത്തിൽ രാഹുൽ ഗാന്ധി ആയിരിക്കും. അല്ല, നിങ്ങളെ ഇടതുപക്ഷം BJPനെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അതേ പറയാൻ പറ്റുള്ളൂ. രാഹുൽ ഗാന്ധി കേരളത്തിലെ മുഖ്യമന്ത്രി ഒരാളുണ്ടല്ലോ, നരേന്ദ്രമോദിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു വിമർശനം നടത്താനുള്ള ധൈര്യം ഇവിടത്തെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ പറയുന്നില്ല, പക്ഷേ പിണറായി വിജയൻ ആ ഒരു വ്യക്തി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പോയി ഈ വർഗീയ പാളയത്തിലേക്ക് കെട്ടിച്ചിരിക്കുകയാണ്. അതിന്റെ ശശി തരൂർ ഇപ്പൊ നിൽക്കുന്ന മുന്നണി, അതായത് നിങ്ങളുടെ ഒരു MP ആണ്, ആ MP ഏത് മുന്നിലാന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഭാഗത്തുനിന്ന് പോയിട്ടില്ലേ? നിങ്ങളുടെ ഭാഗത്ത് ശശി തരൂർ പോയപ്പം ശശി തരൂർ കോൺഗ്രസ് മുന്നണിക്ക് വേണ്ടി അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ശശി തരൂരിന്റെ പേരില്ല എന്ന് പറഞ്ഞു. ഇന്നലെ തൊടുപുഴയിൽ നടന്ന മീറ്റിങ്ങുകളിൽ പോലും സംസാരിച്ചത് ആരാ? അദ്ദേഹം പ്രസ്ഥാനത്തിന്റെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അംഗീകരിക്കുന്നുണ്ടല്ലോ, വളരെ സന്തോഷം. നിങ്ങൾ ആകെ അംഗീകരിക്കുന്നത് BJPക്കാരെ മാത്രമേ നിങ്ങൾ അംഗീകരിക്കുള്ളൂ. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾ ഭൂരിപക്ഷം നേടിക്കൊണ്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അവസ്ഥ എന്താ? എവിടെ കൊണ്ടുപോയി കൊടുത്തു? തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ എന്താ? ഇതെല്ലാം കൊണ്ടുപോയി കൊടുത്തത് ആരാ? കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന എവിടെയെങ്കിലും ആണോ? ഇവിടെ എവിടെയെങ്കിലും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ആണോ ഇപ്പൊ BJP ഭരിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ ആരാ ഭരിച്ചുകൊണ്ടിരുന്നത്? തൃശ്ശൂര് ഞാൻ ചോദിക്കുന്ന തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ കാര്യം പറ. കോർപ്പറേഷന്റെ കാര്യം പറ. എന്നിട്ട് എന്ത് പറ്റി? ഈ തൃപ്പൂണിത്തുറ എന്താ പറ്റിയിരിക്കുന്നത്? ഇതെല്ലാം കൊണ്ടുപോയി കൊടുത്തത് ഇടതുപക്ഷം ഭരിച്ച സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി BJPക്ക് കൊടുത്തു. എന്നിട്ട് കോൺഗ്രസ്സുകാർ മുഴുവൻ BJPയിലേക്കാണെന്നുള്ള ഒരു പ്രചാരണ വേല നടത്തുക. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പാലക്കാട് സ്ഥാനാർത്ഥിയാർ ഇടതുപക്ഷത്തിന്റെ
അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. പാലക്കാട് സ്ഥാനാർത്ഥി NMR റസാഖ് എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രൊഫൈൽ ഇപ്പൊ കയറി നോക്കൂ. അതായത് ഇന്നുള്ള രാഷ്ട്രീയക്കാരിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ട് വീഡിയോകൾ കാണുന്നതും ആൾക്കാർ വാച്ച് ചെയ്യുന്ന NMR റസാഖിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാളുടെ പ്രൊഫൈൽ ഒന്ന് കണ്ടു NMR റസാഖ്. അതുപോലെ ഞാൻ പറയാം, ഈ പാലക്കാട് സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ നിങ്ങൾ വിരൽ പിടിക്കുന്നില്ല, ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായ അവിടെ ഞങ്ങൾക്ക് യാതൊരു വിരലില്ല. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അത് നിങ്ങൾ BJP ധാരണയിൽ മുന്നോട്ട് പോയാലും അവിടെ ജനങ്ങളെ കയ്യിലെടുത്തു. നിങ്ങളൊരു മുസ്ലിം സ്ഥാനാർത്ഥി വരുമ്പോൾ എന്തുകൊണ്ട് ഡീലാന്ന് പറയുന്നത്? അത് എങ്ങനെയാ? അതിന്റെ ശാസ്ത്രം എന്താ? അത് സത്യസന്ധമായ കാര്യമാണ്. കാരണം BJPയിലേക്ക് വോട്ടുകൾ പോകാനുള്ള സംവിധാനം കൊടുക്കുക. കാരണം അവിടെ നിങ്ങൾക്ക് വിജയ സാധ്യത ഇല്ലാത്തടത്തല്ല, നിങ്ങൾക്ക് വിജയ സാധ്യത ഇല്ലാത്തടത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പല സ്ഥലങ്ങളിലും ഈ നടന്നേക്കുന്നത് അത് തന്നെയാണ്. ഈ പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് നടന്നു. അത് ഇനിയെങ്കിലും എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. യഥാർത്ഥ ഇടതുപക്ഷക്കാർ ഈ കമ്മ്യൂണിസം തന്നെ ഇല്ലാതെയാവും, കമ്മ്യൂണിസം ഇല്ലാതെയാവും. BJPയിലേക്ക് ഭരണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പോലെ ത്രിപുര സംഭവിച്ച അതേ കാര്യമാണ് ഈ മറ്റത്തൂർ സംഭവിച്ചത്. മറ്റത്തൂർ നിങ്ങളുടെ കാൻഡിഡേറ്റ് ആയിട്ട് ജയിച്ചു വന്നവര് ഒരു കൂട്ടമായിട്ട് പോയി BJPയിലേക്ക് ചെറിയൊരു ഏരിയയുടെ കാര്യമല്ല. വർഷങ്ങളായിട്ട് CPM ഭരിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിന് മറുപടി ഉണ്ടോ? അവിടെ എന്തായി? തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ എന്താ? അതും പറ. ശരി, അതും കഴിഞ്ഞിട്ട് നീ അദ്ദേഹം പറഞ്ഞു ഇവിടെ പണികൾ നടന്നു, അഴിമതി നടന്നു. ഈ LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന എന്തോരം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒന്നും പറയണം. LDF സംസ്ഥാന സർക്കാരിന്റെ കാലത്ത് നടന്നേക്കുന്ന ഒരു അഴിമതിയെ കുറിച്ച് കൃത്യമായിട്ട് പറ, ഒരെണ്ണം. ഈ അഴിമതി നിങ്ങൾ അതായത് കളമശ്ശേരി പാലം പോലെ അഴിമതി പാലം പോലെ എത്രയോ പാലങ്ങൾ പൊളിഞ്ഞു വീണു. ഫ്ലെക്സ് കൊണ്ടുപോയി പാലം പണിയുമ്പോ ഉദ്ഘാടനത്തിന് ഫ്ലെക്സ് കൊണ്ടുപോയി വെക്കാനും ഇതുമെല്ലാം പറയും. ആ പാലത്തിന് എന്തെങ്കിലും ന്യൂനത ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് പിന്നെ കേന്ദ്രമായി ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് ഇട്ട് ചാരുന്ന പരിപാടിയല്ല ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, എപ്പോഴും കേരളത്തിന്റെ PWD പണിത പൊളിഞ്ഞു പോയ ഒരു പാലത്തിന്റെ പേര് നിങ്ങൾ പറ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ പേര് പറ. കെട്ടിടങ്ങളുണ്ടോ? ഇഷ്ടം പോലെ. ഇവിടുത്തെ ബിൽഡിംഗ് പൊളിക്കാൻ നോക്കുന്നുണ്ട് കോൺഗ്രസ് പണിതാണ്. നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എന്താ? നമ്മുടെ സർക്കാർ ആശുപത്രി പോയിട്ട് ഇപ്പൊ നമ്മുടെ സർക്കാർ ആശുപത്രി അവിടെ നേരത്തെ മൂക്ക് പൊത്തിക്കൊണ്ട് പോകുന്ന സർക്കാർ ആശുപത്രികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഏത് സർക്കാർ ആശുപത്രി ധൈര്യമായിട്ട് നമുക്ക് കയറിച്ചില്ല. അതുപോലെ എല്ലാം ചെയ്തു വെച്ച കോൺഗ്രസ് സർക്കാർ സർക്കാർ ആശുപത്രിയൊക്കെ മാറി. അതൊക്കെ പണ്ടത്തെ UDF ഇരുണ്ട യുഗത്തിലുണ്ടായിരുന്ന സംഭവം. ഇനി അത് പറഞ്ഞാൽ മതി. ഇനി അത് മാത്രമല്ല, ഇപ്പൊ ഗെയില് പദ്ധതി വലിയ അഭിമാന പദ്ധതിയായിട്ട് പറഞ്ഞല്ലോ. നിങ്ങൾ ഫാക്ടാണ് മനസ്സിലാക്കണേ. ഇരുണ്ട കാലം എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞപ്പോ അതിനെ എതിർത്തുകൊണ്ട് മുന്നിൽ നിന്ന ആരൊക്കെയാ? ഏത് പദ്ധതി വന്നാലും ആദ്യം ഞങ്ങൾ സമരം ചെയ്യും, എന്നിട്ട് U-ടേൺ അടിക്കും എന്ന് പറയുന്ന ടീമാരാ കേരളത്തിലേക്ക്. അത് ഞാൻ കേരളത്തിലെ രാജീവ് ഒരു സമരം ചെയ്തിട്ടില്ല. ഗെയിൽ പദ്ധതിക്കെതിരെ രാജീവ് ഒരു സമരം ചെയ്തിട്ടില്ല. അത് സമരം ചെയ്തത് മൊത്തം കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭൂമിക്കടിയിൽ ബോംബാണെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയെ പറഞ്ഞത്. അല്ലാതെ ഇടതുപക്ഷം ഒരു സമരം ചെയ്തിട്ടില്ല. ഗെയിൽ പദ്ധതി അനുകൂലിക്കുമായിരുന്നു ആദ്യം. ഗെയിലിനെതിരെ ഇടതുപക്ഷം ഒരു സമരം ചെയ്തിട്ടില്ല. ഗെയിൽ പൈപ്പ് ലൈനെതിരെ ഒരു സമരം ചെയ്തിട്ടില്ല. നിങ്ങൾ കാണിച്ചതാ. നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഫാക്ട് ഉണ്ടല്ലോ. അതായത് പദ്ധതിയുമായിട്ട് മാത്രമല്ല, എന്ത് പദ്ധതി വന്നാലും ആദ്യം നമ്മളൊന്ന് സമരം ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അതിന്റെ വലിയ ആളുകളാവും. അതല്ലേ അതുകൊണ്ടാണല്ലോ നിങ്ങൾ കേരളത്തിനെതിരെ സമരം ചെയ്തത്. എന്നിട്ട് BJP കൊണ്ടു കഴിഞ്ഞപ്പം കേരളിനെ പറ്റി പറയുവാണെങ്കിൽ എന്നതാ കേരളിന്റെ അവസ്ഥ എന്താ? കേരളിന്റെ അവസ്ഥ എന്താ? കേരളയിൽ ഞങ്ങൾ നല്ല പ്രൊജക്റ്റാണ്. പക്ഷെ അതൊക്കെ കാണും നിങ്ങൾ ഈ വാർത്ത ഇടയ്ക്കിടയ്ക്ക് കാണും. കേരളയിൽ നല്ലൊരു പ്രൊജക്റ്റാണ്. അതായത് അതിവേഗത റേറ്റ് നല്ലതാണ്. ഇവിടെ മുഖ്യമന്ത്രി ഇതൊന്നും നടക്കാൻ പോണ സംഭവമല്ല. കേരളത്തിന്റെ പകരം വിമാനത്താവളം കൊണ്ടുവന്ന് വിമാനം പറത്താണ്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്?
എന്തിനു വേണ്ടിയിട്ടാണ്? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളൂ. അന്ന് ആ മഞ്ഞക്കുറ്റി ഇടാനായിട്ട് കേരളത്തിലെ അതുകൊണ്ട് എന്ത് നേടി? അന്ന് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവര് എല്ലാം ഇത് പറഞ്ഞു, ഇത് പ്രാക്ടിക്കൽ അല്ല, നമ്മുടെ നാടിന് പറ്റിയ പദ്ധതി അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടും മുന്നോട്ട് പോയി അതിനെപ്പറ്റി പഠിച്ച് വ്യക്തമായ രീതിയിൽ മുന്നോട്ട് പോകണം. നമ്മുടെ നാട്ടിൽ സൗകര്യങ്ങൾ വേണം, സൗകര്യങ്ങൾ വേണ്ടെന്നല്ല. നിങ്ങൾ വളച്ചൊടിക്കരുത്. ഒരു വർഷം വളച്ചൊടിക്കാൻ എടുക്കാറാ. അതുകൊണ്ട് അത് വേണ്ട. ഞാൻ പറയുന്നത് പദ്ധതികൾ വേണ്ടെന്നല്ല, പ്രതിപക്ഷം പറഞ്ഞ പോലെ പദ്ധതികൾ വേണ്ടെന്നല്ല. കാരണം ഏത് പദ്ധതി കൊണ്ടുവന്നാലും ആദ്യം സംബന്ധിച്ച് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ നമുക്ക് നമ്മുടെ കേരളത്തിലെ അഭിമാന പദ്ധതിയായ കൊച്ചി എയർപോർട്ട്. ഇപ്പം നമ്മൾ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റ്സ് വളരെ ചുരുക്കി നമ്മൾക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് പോകാം. ആദ്യം ജോൺസൺ പറഞ്ഞിട്ട് ആയിക്കോട്ടെ, സംസാരിക്കണം. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് യാതൊരു തർക്കവുമില്ല. തർക്ക വ്യത്യാസം നമുക്ക് എല്ലാവരും അംഗീകരിച്ചു വരികയാണ്. പിണറായിയുടെ മൂന്നാം സർക്കാർ ഇവിടെ ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു മൂന്നാം LDF സർക്കാർ ഇവിടെ വരും. അതിന് അനുയോജ്യമായ ഫാക്ടറികൾ കൂടെ ഉണ്ട് ഇവിടെ. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗൂഗിൾ ജെമിനിയോടും ChatGPTയോടും ചോദിച്ചാൽ കാരണം ഈ പാർട്ടി പ്രവർത്തകരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ കോൺഗ്രസ്സുകാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ പറയും UDF വരും, LDFിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ LDFുകാർ പറയും LDF വരും. അപ്പം ഞാനിത് നിഷ്പക്ഷമായിട്ടൊരു ചോദ്യം നമ്മുടെ ഗൂഗിൾ ജെമിനിയോട് ചോദിച്ചു. ജെമിനി പറയുന്നതും LDFിനൊരു ലീഡിങ് എഡ്ജ് ഉണ്ട്. അത് അവർ സീറ്റുകളുടെ എണ്ണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര അവർ പറയുന്നില്ലെങ്കിൽ പോലും ലീഡിങ് എഡ്ജ് ഉണ്ട്. LDF മൂന്നാം സർക്കാർ വരുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവരതിൻ്റെ കൂടെ ഒരു കാര്യമാണ് പറയുന്നുണ്ട്, ഒരു ഖണ്ഡികയായിട്ട് പറയുന്നുണ്ട്. ഇത് ഞങ്ങൾ പല സർവേകളും ആൾക്കാരുടെ സെർച്ച് ഹിസ്റ്ററിയും ആൾക്കാരുടെ ഒപ്പീനിയനുകളും നോക്കിയിട്ട് ശേഷമാണ്. അത് നിങ്ങൾ ഞാനീ പറഞ്ഞ വേറെ ഒരിടത്തും നോക്കണ്ട, ജസ്റ്റ് ഗൂഗിൾ ജെമിനി നോക്കിയോ. ഇതിന് ശേഷമാണ് ഞങ്ങളിത് പറയുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഫാക്ടർ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒത്തിരി UDFിൻ്റെ എന്നാ പറഞ്ഞത് പൊള്ളത്തരങ്ങൾ. അതായത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, UDF ഈ 10 വർഷത്തിന്റെ ഇടയ്ക്ക് കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്നും വേണ്ട ഇവർ വോട്ട് പിടിക്കുന്നത്. UDFിന് മേജർ MP മാരുണ്ടായിരുന്നു കേന്ദ്രത്തിൽ. ഈ കേന്ദ്രത്തിലെ MP ഒരു പ്രാവശ്യമെങ്കിലും കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? കേരളത്തിന് ഇകഴ്ത്താൻ വേണ്ടിയിട്ടല്ലാണ്ട് ഒരു വാക്ക് UDFിൻ്റെ MP സംസാരിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ UDFിന്റെ MP കേരളത്തിൽ കൊണ്ടുവന്ന ഒരു പ്രൊജക്ട് പറ, ഒരു ബിഗ് പ്രോജക്റ്റ് ഏതെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇവർ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ 10 വർഷം കേരളത്തില് UDF എന്ത് ചെയ്തെന്നും പറഞ്ഞാൽ ഇവര് കേരളത്തിലെ പദ്ധതികൾ നടപ്പിലാക്കാത്തതിൽ മാത്രമാണ് പരാതിയുള്ളൂ. അല്ലാതെ സംസ്ഥാനം കേരളത്തിന് വേണ്ടിയിട്ട് 10 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ചെയ്ത ഒരു കാര്യം അവർക്ക് പരിമിതികളുണ്ട്. MP-മാർക്ക് പരിമിതികളുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് BJP-യാ. നിങ്ങൾ പല പദ്ധതികളും ഇപ്പൊ PMC പോലെ ഉൾപ്പെടെ പദ്ധതികൾ അവിടെ പോയി ഒപ്പിട്ട് രഹസ്യമായി ഇടപാടുണ്ടാക്കുന്ന പോലത്തെ പരിപാടിയല്ല. ഒപ്പിട്ടില്ല. ജോൺസൺ തിരിച്ചു വരാം. ജോൺസണിലേക്ക് സോവറിൻ പറഞ്ഞതിന് ശേഷം നമുക്ക് ജോൺസന്റെ കൺക്ലൂഷൻ. അതാ പറഞ്ഞേ. അപ്പൊ ഈ MP കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു? അത് ഒരു ക്വസ്റ്റ്യൻ, അവശേഷിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ സ്ഥലമെടുത്ത് കൊടുക്കുകയുണ്ടായിട്ട് ഉണ്ട്. അത് ആ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഈ അതായത് നാഷണൽ ഹൈവേയുടെ ഓഫീസ് വരെ പൂട്ടിയിട്ടിട്ട് പോയൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിൽ. 30 മീറ്ററിലേക്ക് ചുരുക്കി ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ അവരുടെ ഡെവലപ്മെന്റ് കുറച്ച് കളയുന്ന ഒരു രീതിയായിരുന്നു 35 മീറ്ററിലേക്ക് ഹൈവേ ചുരുക്കുമായിരിക്കും. ഇപ്പം വളരെ മനോഹരമായ 45 മീറ്ററിലേക്ക് ഹൈവേയുടെ പരിധി ഉയർത്തുകയും അത് ഭംഗിയായി സ്ഥലവെടുപ്പ് പൂർത്തിയാക്കി അത് നടപ്പിൽ വരുത്തുകയും ചെയ്ത ഒരു ഗവൺമെന്റാണിത്. അതുപോലെ ഈ 10 വർഷത്തിന്റെ ഇടയ്ക്ക് പവർ കട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും വൈദ്യുതി വോൾട്ടേജ് കുറഞ്ഞിട്ടുണ്ടോ? അതുപോലെ കർഷകർക്ക് എത്ര ആനുകൂല്യങ്ങളാണ് സർക്കാർ, അതായത് നെല്ലിന്റെ താങ്ങുവില ഉയർത്തി, അതുപോലെ വീടുകളിൽ അതായത് കോവിഡിന്റെ സമയത്ത് മുഖ്യമന്ത്രി ഒറ്റ പ്രസ്ഥാനം നടത്തിയുള്ളൂ, നമുക്ക് വീട്ടുവളപ്പിൽ കൃഷി നടത്താം. അതൊക്കെ ജനങ്ങൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത പരിപാടികളാണ്. അതുപോലെ ഇപ്പം വരുന്നതിന് ഒരു ലീഡർഷിപ്പ്, അത് LDFിന്റെ ലീഡർഷിപ്പ്
ഒരു മന്ത്രിസഭയുടെ ലീഡർഷിപ്പ് ഒരു വലിയ ബിഗ് ക്വാളിറ്റിയാണ്. അതായത് നമുക്ക് എത്ര ദുരന്തങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം അതിജീവിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ കൂടെ നിർത്താനും ജനങ്ങൾക്ക് വേണ്ടത്ര വിശ്വാസം കൊടുത്ത് അവരെ ഒരു എന്നാ പറഞ്ഞ പാനിക് സിറ്റുവേഷനിലേക്ക് ഉണ്ടാവാത്ത ഒരു ഗവൺമെൻറ്റാണ്. അല്ലെങ്കിൽ ഈ ഇതുപോലത്തെ ഉള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ വരുമ്പോൾ ഒത്രയും പേർക്ക് ഡിപ്രഷൻ വരേണ്ടതാണ്. അതൊന്നും ഉണ്ടായിട്ടില്ല കേരളത്തിൽ. വളരെ മനോഹരമായിട്ട് ഗവൺമെൻറ്റും ജനങ്ങളും ഓവർകം ചെയ്ത ഒരു സിറ്റുവേഷനാണ്. വയനാട്ടിലെ കാര്യം തന്നെ പറയാം. വയനാട്ടിൽ ഇവർക്ക് ഒരു വീട് പണിയാൻ പോലും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ വയനാട്ടില് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ശരിക്കും വേണ്ട ഈ പോയിന്റോട് പറഞ്ഞിട്ട് തീർക്കാം. അതായത് വയനാട്ടിന്റെ കാര്യത്തില് വയനാട് ടൗൺഷിപ്പ് വരുമ്പോൾ നമ്മൾ എന്നാ കണ്ടേക്കണേ, ഈ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാള് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ വീട്ടിൽ പോയിട്ട് അവർക്ക് അരി വെള്ളം കൊടുത്തിട്ട് പോകും. ബാക്കി അവിടെ എന്താ സംഭവിക്കണമെന്ന് നോക്കാറില്ല. പക്ഷെ വയനാട് സർക്കാർ എന്താ സംഭവിച്ചത്, അവിടെ എന്താ നടക്കുന്നത്? അതായത് അവിടെ ഒരു ടൗൺഷിപ്പിനാണ് രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആൾക്കാർക്ക് ആ ദുരന്തം ഉണ്ടായതിനു ശേഷം അവർ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തേക്കണത്. അതായത് അവർക്ക് ആ ഉണ്ടായ ദുരന്തത്തിന്റെ ആ ട്രോമയിൽ നിന്ന് അവർ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ചില മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരും അവരെ ഇപ്പോഴും കുത്തിത്തിരിപ്പുണ്ടാക്കി അവർക്ക് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നുള്ള രീതിയിൽ ഗവൺമെന്റിനെ ഇഴുത്തുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഹാപ്പിയാണ്. അവർക്ക് കിട്ടിയാണ് ടൗൺഷിപ്പിൽ അവർ ഹാപ്പിയാണ്. അവർക്ക് കിട്ടിയാണ് 25,000 രൂപ വെച്ച് അവർക്ക് മാസം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അവർ ഹാപ്പിയാണ്. അവർക്ക് കൊടുത്താണ് ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള സാധനങ്ങൾ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, 1,00,000 രൂപയോളം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അവർ ഹാപ്പിയാണ്. അവർക്ക് കിട്ടാണ് വീടുകളിൽ, അതായത് അവർക്ക് ധൈര്യമായിട്ട് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും സുരക്ഷിതമായിട്ട് അവർക്ക് സർക്കാർ പണിത വീട്ടിൽ താമസിക്കാം. കാരണം കെട്ടുറപ്പുള്ള വീടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസ്, സ്കൂള്, അങ്ങനെയുള്ള ഫെസിലിറ്റികളെല്ലാം അവിടെ വരും. അതുപോലെ വയനാടിന്റെ ഹൃദയഭാഗത്താണ് ഇത് കൊടുത്തിരിക്കുന്നത്, ടൗൺഷിപ്പ് ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ ഒരു ഗവൺമെന്റ് ഒരു ദുരന്തം അനുഭവിച്ച ജനതയുടെ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് മാറ്റി, കാരണം ഒരു ദുരന്തം ഉണ്ടായിട്ട് വർഷങ്ങളോളം അവരുടെ ഡിപ്രഷൻ അവരെ കൂടെ ഉണ്ടാകും. പക്ഷെ ആ സ്റ്റേജിൽ നിന്നൊക്കെ റിക്കവറി സ്റ്റേജിലേക്കാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഗവൺമെന്റിനെ ആർക്ക് വെറുക്കാൻ പറ്റും? ഇങ്ങനെ ഒരു ഗവൺമെന്റ് വരണ്ടെന്ന് ആർക്ക് പറയാൻ പറ്റും? മറുപടി. അപ്പൊ അദ്ദേഹം പറയുന്നത് കേരളം ഇപ്പൊ പാലും തേനും ഒഴുകുന്ന സംസ്ഥാനമായി മാറി എന്നുള്ള രീതിയിലല്ലേ. പക്ഷേ കേരളത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്നാണ് നമ്മൾ ജനപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒത്തിരി വികസനങ്ങൾ, നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ വന്നു എന്ന് പറഞ്ഞു. നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളെ എതിർത്തത് ആരാണെന്നും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ആരൊക്കെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ട കാര്യങ്ങളാണ്. പിന്നെ ഗവൺമെൻറ് ഫുൾ മെഷീനറി ഉള്ള ഗവൺമെൻറ് ഈ വയനാട് ടൗൺഷിപ്പ് അതിൻ്റെ എന്തായി, അതിൽ എത്ര പേര് ഇപ്പോൾ താമസിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാമോ? ഒരാൾക്കും താമസിക്കാൻ യോഗ്യമായില്ല. ഉദ്ഘാടനം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് താമസിക്കാനുള്ള സൗകര്യം ആയിട്ടില്ല ഗവൺമെൻറ് മിഷനറി ഉള്ള. എന്നിട്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു വശം. അതുകൂടാതെ കേരളത്തിൽ ഇപ്പോൾ ഈ തരത്തിൽ ഉള്ള അവസ്ഥയിലേക്ക് മാറിയെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ന് സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം എവിടെയാണ് നിൽക്കുന്നത്? വിലക്കയറ്റമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനമുണ്ടോ? വെള്ളക്കരം, കറണ്ട് കാശ്, സകല ഫീസുകൾ നമുക്കിപ്പോൾ നാട്ടിൽ ചെന്നിട്ട് നമ്മുടെ വീട്ടിലൊരു മുറി മെയിൻ്റനൻസിന് പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുക്കണം, വേണ്ട മുനിസിപ്പാലിറ്റി, അങ്ങനെ ഏതിൽ കൊടുത്താലും ആ ഫീസുകളെല്ലാം 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചേക്കുക. എന്ത് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ തൊഴിൽ, നമ്മുടെ PSC റാങ്ക് ലിസ്റ്റിൻ്റെ അവസ്ഥ എന്താണ്? തൊഴിലിൻ്റെ അവസ്ഥ എന്താണ്? തൊഴിലില്ലായ്മ അനുദിനം വളരുമല്ലേ. സാധാരണക്കാരനാരെ ഇപ്പോൾ നമ്മളെല്ലാവരും പ്രവാസികളായിട്ട് നാട് വിട്ടു പോകുന്നതാണ്. നമുക്കാർക്കും നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാണ്ടൊന്നുമില്ല. നാട്ടിലെ അവസ്ഥ മോശമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ അറിയാം, ഭരണത്തിലിരിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അതിപ്പോൾ അപ്പോൾ ഇടതുപക്ഷത്തിൽ തന്നെ അറിയാം, അവർക്ക് തന്നെ അറിയാം സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കൊന്നും രക്ഷയില്ല. പിണറായിസുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. പിൻവാതിൽ നിയമനങ്ങളും ബന്ധു നിയമനങ്ങളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, അതിലൊക്കെ ആ ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ ബന്ധുക്കളും അവരുടെ ആശ്രിതർക്കും മാത്രമേ തൊഴിലുള്ളൂ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങളുള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. ഏറ്റവും പരമപ്രധാനം സാധാരണക്കാരനെ ബാധിക്കുന്ന വിലക്കയറ്റം പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ കേരളത്തിലെ ആരോഗ്യ മേഖല ഉൾപ്പെടെ ഇതുപോലെ ഒരു തകർന്ന അവസ്ഥ വന്നിട്ടില്ല. ഇപ്പം നമുക്കറിയാം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്രയും ഒരു കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കേരള ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒത്തിരി ഫണ്ടുകൾ കൊണ്ടുവന്ന് കെട്ടിടങ്ങൾ പണിതു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ഒരു സാഹചര്യം നമുക്ക് അവിടെ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ആയിട്ടില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു സമ്പൂർണ്ണ പരാജയം, ഒരു കുടുംബാധിപത്യം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ദുർഭരണം, അഴിമതി, ദുർഭരണം, ധൂർത്ത്, ഇത് മൂന്നിൻ്റെയും ഉത്തമ ഉദാഹരണമായിരുന്നു ഈ പിണറായി സർക്കാർ. അതിനൊരു അന്ത്യം വരുത്തുവാൻ ഈ ഇലക്ഷൻ ഒരു മുഖാന്തരമാവും. കേരളത്തിലെ ജനങ്ങൾ
ബുദ്ധിപൂർവ്വം വോട്ടവകാശം വിനിയോഗിക്കും. അതിൽ എറണാകുളം ജില്ലയുടെ പങ്ക് വളരെ വലുതായിരിക്കും. 14 സീറ്റും കിട്ടിക്കൊണ്ട് UDF പിന്തുണ കൊടുക്കുന്ന ഒരു ജില്ലയായി മാറും എറണാകുളം, യാതൊരു തർക്കവുമില്ല. 14 സീറ്റും, അതായത് കയ്യിൽ ഉള്ള സീറ്റുകൾ ഉറപ്പിച്ചു പിടിക്കാനും ഒപ്പം തന്നെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ കുന്നത്താട് പോലെയുള്ള മണ്ഡലങ്ങളിലെ ഭരണവും തിരിച്ചു പിടിക്കാൻ ഉള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. എന്നാൽ ഇടതുപക്ഷം കാണുന്നത് തങ്ങളുടെ വിജയ ശതമാനത്തിൽ അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ കൂടുതൽ സീറ്റുകൾ കൂട്ടിച്ചേർക്കാൻ എറണാകുളത്തെയും മലപ്പുറത്തെയുമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് സോവറിൻ തുടക്കത്തിൽ നമ്മോട് സംസാരിച്ചത്. എന്നാൽ BJPയും 2020യും എറണാകുളത്ത് ലക്ഷ്യം വെക്കുന്നത് തങ്ങളുടെ ചുവട് ഉറപ്പിക്കുക. സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020യും BJPയും കൂടി കൈ കോർക്കുമ്പോൾ എത്തരത്തിലാവും എറണാകുളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം വിധി എഴുതുക എന്ന് നമുക്ക് ഇനിയും അധികം താമസിയാതെ തന്നെ നോക്കിക്കാണുവാൻ സാധിക്കും. വീണ്ടും ഒരു ചർച്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.